ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കുട്ടി ചാപ്റ്റർ അല്ലെ. ഈ ചാപ്റ്ററിന്റെ ഫുൾ കാര്യങ്ങളും സെറ്റ് ആക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. തുടങ്ങല്ലേടാ നമുക്ക്? കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ആരൊക്കെ വന്നിട്ടുണ്ട്? ഒന്ന് ഹായ് പറഞ്ഞേടാ വന്ന ആളുകളൊക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. കാണുന്നുണ്ടോടാ മക്കളെ? യെസ് കാണാം അല്ലേ? കാണുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേടാ നിങ്ങള്? തുടങ്ങാം അല്ലേ? യെസ്. ആ വന്ന ആളുകളൊക്കെ ആ ഒരു ലൈവ് ചാറ്റിൽ വന്നിട്ട് റെഡിയാണ്, ഞങ്ങൾ തുടങ്ങാം, റെഡിയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞേ. എന്നാൽ നമുക്ക് ഉഷാറായിട്ട് തുടങ്ങാം. എടാ, സൂപ്പർ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കോൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ, ചെറിയ കുട്ടി ഡെറിവേഷൻ സെന്ററിനേ ഉള്ളൂ. ഫുൾ മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. റെഡി അല്ലേ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് റെഡി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. എവിടെ? യെസ്, വാച്ച് ചെയ്യുന്ന ആളുടെ എണ്ണമൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് യെസ് കേൾക്കാം. തനിക്കാണല്ലോ ചാറ്റ് കാണാത്തത്. ഒന്ന് ക്ലോസ് ചെയ്തിട്ടാലോ? യെസ് കേൾക്കാം, കാണാം പറയുന്നുണ്ട് അല്ലെ. തുടങ്ങാണ് മക്കളെ. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മക്കളെ, ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ പോണത്. പക്ഷെ ഇതിന്റെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഈ കാണുന്ന ഡിവൈസ് എന്താ? ഇതെന്താ കാണുന്നത്? ഒന്ന് കമന്റിൽ വന്നേ, ഒന്ന് പറഞ്ഞേ, ഇതെന്താ കാണുന്നത്? ഇത് ജനറേറ്റർ ആണ് അല്ലെ, AC ജനറേറ്റർ. ഇതെന്താ സാധനം? ഇത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറും ഉണ്ട്, ജനറേറ്ററും ഉണ്ട്. സോ ഈ കാര്യങ്ങളുടെ ഒക്കെ വർക്കിംഗ് നോക്കടാ മക്കളെ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് കഥ ഞാൻ പറഞ്ഞു തരാട്ടോ. സോ ഈ കാര്യങ്ങളുടെ ഒക്കെ വർക്കിംഗ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലേ. നോക്കടാ, ഇതെന്താ? ജനറേറ്റർ ആണ്. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. ഇലക്ട്രിസിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്രയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. ഇത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറെ കുറിച്ചിട്ട് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ തന്നെ പഠിക്കുക. പക്ഷേ സ്ട്രക്ചറും കാര്യങ്ങളും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ AC-യിലാണ് പഠിക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. സോ ഇൻ എ സിംഗിൾ വേർഡ് നമുക്ക് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എങ്ങനെ പറയാം? എന്താ പറയാൻ പറ്റുക? ജനറേഷൻ ഓഫ് EMF. ജനറേഷൻ ഓഫ് EMF ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായി. ആ ചേഞ്ച് എന്ത് ജനറേറ്റ് ചെയ്തു? EMF ജനറേറ്റ് ചെയ്തു. അതിനെയാണ് വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തായിരുന്നു? EMF പ്രൊഡ്യൂസ് ചെയ്തു. എന്താ EMF? നമ്മൾ പഠിച്ചിട്ടുണ്ട്. EMF അറിയാം. EMF ആക്ച്വലി എന്താ? വോൾട്ടേജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ബിറ്റ്വീൻ ദ ends of a cell when no current is drawn from that. കൃത്യമായിട്ട് നമുക്കറിയാം. സോ മക്കളെ, നമുക്ക് EMF-ന്റെ ഐഡിയ അറിയാം. EMF ഉണ്ടായി എപ്പോ ഉണ്ടായി? സോ there is a ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. സോ ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കിൾ ഫാരഡെ. അദ്ദേഹത്തോടൊപ്പം ജോസഫ് ഹെൻറി എന്ന സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. ഈ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് അവർ ലാർജ് എമൗണ്ടിൽ, ഇന്ന് കാണുന്ന പോലെയുള്ള എമൗണ്ടിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഒന്നും അല്ല ഉണ്ടാക്കിയത്. സോ അവരുടെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ആ എക്സ്പെരിമെന്റ് കണ്ടപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു? ആഹാ, മനോഹരമായിട്ടല്ലോ എന്നാണോ പറഞ്ഞത്? എന്താണ് ആളുകൾ അവരുടെ എക്സ്പെരിമെന്റ് റിസൾട്ട് കണ്ടപ്പോ പബ്ലിക് പറഞ്ഞത്? ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. എടാ, സത്യം പറഞ്ഞാണ്ടല്ലോ അവരെ പുച്ഛിച്ച് തള്ളി. പക്ഷെ അവർ പറഞ്ഞ ഡയലോഗ് മാസ് ഡയലോഗാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വി ആർ മൂവിങ് to electromagnetic induction. മക്കൾക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMF is generation of EMF by changing magnetic flux. ക്ലിയർ അല്ലേടാ? യെസ്. നമുക്ക് പോകാൻ ഭാഗത്തേക്ക് കേട്ടോ. നോക്കിക്കോളൂ മക്കളെ. ചാറ്റ് ക്ലിയർ ആയിട്ട് കാണാം. സോ നമ്മൾ പോവുകയാണ്. എക്സ്പെരിമെന്റ് നമ്മുടെ ഫാരഡേയും ഹെൻറിയും കൂടി നടത്തിയ എക്സ്പെരിമെന്റ്. അവർ 3 എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. ആ 3 നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇങ്ങനെയായിരുന്നു. അവരെന്തെടുത്തു? ഒരു കോയിൽ എടുത്തു. കോയിൽ എന്താ? എന്തിന്റെ കോയിലാ? ഒരു കണ്ടക്ടിങ് വയർ ഒരു കോയിലിന്റെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിയെടുത്തു, വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയെടുത്തു അല്ലെ. സോ അതിനെ എന്തിനോട് കണക്ട് ചെയ്തു? ഒരു ഗാൽവനോമീറ്ററിനോട് കണക്ട് ചെയ്തു. എന്തിനോട് കണക്ട് ചെയ്ത? ഒരു ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ പ്രത്യേകത എന്താ? ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു
ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് അല്ലെ, വളരെ ചെറിയ എമൗണ്ട് തന്നെ കറണ്ട് ഉണ്ടായാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസ് ആണ് ഇത് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത മക്കൾ ഓർക്കണം, ഗാൽവനോമീറ്ററിന്റെ മാത്രം അതിന്റെ നീഡിൽ എങ്ങോട്ടാ സെന്ററിലേക്കാണ്. ഇറ്റ് ക്യാൻ മൂവ് ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റിലെ രണ്ട് സൈഡിലേക്കും പോകാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻസ് കാണും. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിനനുസരിച്ച് ഗാൽവനോമീറ്റർ നീഡിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ കാര്യം നമുക്കറിയാം. സോ എന്തായാലും എക്സ്പെരിമെന്റിൽ ചെയ്തത്, എക്സ്പെരിമെന്റിൽ ചെയ്ത കാര്യം വളരെ സിമ്പിൾ ആണ്. അവരൊരു കോയിൽ എടുത്തു. എന്തിന്റെ? ഒരു കണ്ടക്ടിംഗ് വയർ ഈസ് ബോണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോയിൽ. സോ ദാറ്റ് കോയിൽ, എൻഡ്സ് ഓഫ് ദി കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. നമുക്കറിയാം നോർമലി എന്താ, ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലുണ്ട്. ഈ സെല്ലിനോട് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ there will be deflection. ബിക്കോസ് എന്താണ്, ആ സെല്ലിൽ നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ദിസ് സെൽ വിൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ദിസ് വിൽ ഗീവ്, that cell will act as source of EMF. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ട കാര്യം ഇങ്ങനെയാണ്. ഈ ഒരു എക്സ്റ്റേണൽ EMF സോഴ്സ് ഒന്നും കൊടുക്കാത്ത ഈ ഒരു സെറ്റപ്പിലേക്ക് അവർ എന്ത് കൊണ്ടുവരികയാണ് മക്കളെ? ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. എന്താ കൊണ്ടത്? ഒരു ബാർ മാഗ്നറ്റ്. കണ്ടോ, ഈ ബാർ മാഗ്നറ്റ് അവരിങ്ങനെ വെക്കുകയല്ല ചെയ്ത്, they moved that bar magnet towards the കോയിൽ. എന്താ എക്സ്പെരിമെന്റ് ചെയ്തത്? അവര് ഒരു കോയിൽ സെറ്റപ്പ് ചെയ്തു. ആ കോയിലിന്റെ അടുത്തേക്ക് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ മൂവ് ചെയ്യിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ മക്കളെ, അവിടെ എന്ത് കണ്ടു? ഡിഫ്ലക്ഷൻ കണ്ടു അല്ലെ, ഡിഫ്ലക്ഷൻ കണ്ടു. ഇനി കാര്യം നമുക്ക് പറഞ്ഞുതരാം. ഈ കാര്യം പബ്ലിക്കിനെ വിളിച്ച്, ഒരുപാട് ഓഡിയൻസിനെ വിളിച്ചിട്ട് ഫാരഡേ ഇങ്ങനെ കാണിച്ചു. എടാ നോക്കടാ, നമുക്ക് ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ദാറ്റ് ഡിഫ്ലക്ഷൻ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഓഫ് EMF ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, ഈ ഒരു കുട്ടി ഈ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണിക്കാൻ പോകുന്നത് ചോദിച്ചു. ഫാരഡേ പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചു വീണു അല്ലെ, ആ കുട്ടിയെ നോക്കിയിട്ട് നീ ആരായിത്തീരും അല്ലെങ്കിൽ നീ എന്താണെന്ന് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾ ആ പറഞ്ഞ കാര്യം, ഇപ്പൊ ജനിച്ച കാര്യം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചെറിയ കറണ്ട് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. നിങ്ങൾക്കറിയില്ലേടാ, ഇവിടെ ഇൻഡക്ഷൻ കൊണ്ടുണ്ടാക്കിയ ആ EMF അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ആ കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തെ എൻറ്റയർലി മാറ്റി വെച്ചു. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിന്റെ തുടക്കമായിരുന്നു എന്താ? ഫാരഡേ ആൻഡ് ഹെൻറി എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എന്താ ചെയ്തത്? ഒരു കോയിൽ എടുത്തു, ആ കോയിലിലേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേടാ? പറഞ്ഞിട്ടുണ്ട്. ഫിഗർ ഷോസ് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് along the axis of a coil connected to a galvanometer. എന്തൊക്കെയാണ് ഇവിടെ കണ്ടിരുന്നത്? when the coil and magnet ആർ സ്റ്റേഷനറി. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് മക്കളെ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, വെറുതെ ഒരു കോയിലും, ശ്രദ്ധിക്കണം, വെറുതെ ഒരു കോയിലും ഒരു ബാർ മാഗ്നറ്റും വെറുതെ വെച്ചിരുന്നാൽ, സപ്പോസ് ഇത് നമ്മളെ കോയിലാണ്, ഇത് മാഗ്നറ്റ് ആണ്, ഇവർ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ there will be no deflection in the galvanometer, which means എന്ത് വേണം? ഒരു മൂവ്മെന്റ് വേണം അല്ലെ. മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ? സ്റ്റേഷനറി പൊസിഷനിൽ മാഗ്നറ്റോ കോയിലോ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഗാൽവനോമീറ്ററിൽ എന്ത് കണ്ടില്ല? ഡിഫ്ലക്ഷൻ കണ്ടിട്ടില്ല. സോ എപ്പോഴാണ് ഡിഫ്ലക്ഷൻ കണ്ടത്? when there is a relative motion between magnet and coil. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? റിലേറ്റീവ് മോഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എയ്തർ മാഗ്നറ്റ് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഈ കോയിൽ മൂവ് ചെയ്യണം. ഇതിൽ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യുമ്പോൾ there will be deflection. ക്ലിയർ ആണോടാ? ഇതായിരുന്നു നമ്മുടെ ഒബ്സർവേഷൻ. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പറയുകയാണ്. സോ ഫസ്റ്റ് കാര്യം ഇതാണ്, when the magnet is stationary there is no current in the loop, which means there will be no deflection in galvanometer. Clear അല്ലേ? when north pole of the magnet is pushed towards the coil, galvanometer shows sudden deflection indicating the presence of current. എന്താ പറഞ്ഞത്? ആ ഗാൽവനോമീറ്ററിന്റെ അടുത്തേക്ക് കോയിലിന്റെ അടുത്തേക്ക് നമ്മളെ നീഡിൽ കൊണ്ടുവന്നപ്പോ അവിടെ എന്ത് കണ്ടുവിടാ? ഡിഫ്ലക്ഷൻ കണ്ടു. വിച്ച് മീൻസ് അവിടെ എന്തുണ്ട്? ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് കോസ് ചെയ്ത, ഈ ഫ്ലോ കോസ് ചെയ്ത ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ മക്കളെ? ഇനിയാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് കാര്യം. സോ നേരത്തെ നമ്മൾ ചെയ്ത് നോർത്ത് പോൾ ഈസ് പുഷ് ടുവേർഡ്സ് ദ കോയിൽ. കണ്ടോ നിങ്ങൾ? നോർത്ത് പോൾ ഈസ് പുഷ് ടുവേർഡ്സ് ദ കോയിൽ. പിന്നെ അവർ ചെയ്ത കാര്യം നോക്കി, എന്ത് ചെയ്തു? ദ മാഗ്നറ്റ്, നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് പുൾഡ് അവേ ഫ്രം ദി കോയിൽ. ഇങ്ങനെ കൊണ്ടുവന്നത് പുറകിലേക്ക് വലിച്ചു. സോ there was again, അവിടെ ഉണ്ടായിരുന്നു എന്ത്? അവിടെ എന്തായിരുന്നു? ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരുന്നു? റിവേഴ്സ് ഡയറക്ഷനിലായിരുന്നു അല്ലെ. റിവേഴ്സ് ഡയറക്ഷനിലായിരുന്നു, ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ ആയിരുന്നു. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കോയിൽ എന്തുണ്ടാവുന്നുണ്ട്? EMF ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. സോ ഡ്യൂ ടു ദാറ്റ് കറണ്ട് ഫ്ലോ we will get a deflection in galvanometer.
and the direction of current, ഈ കാര്യം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. Direction of current is changing when the direction of movement of the magnet changes. ക്ലിയർ ആണോടാ? കാര്യം മനസ്സിലായോ? This is the first experiment. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് മക്കളെ നിങ്ങൾ കണ്ടത്. ഈ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം തുടങ്ങിയത് അവര്. ഓക്കെ, സോ ഇതാണ് അതിന്റെ കാര്യം. ക്ലിയർ അല്ലേടാ? ഫസ്റ്റ് എക്സ്പെരിമെന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുള്ള ആളുകളുടെ കമന്റ് പെട്ടെന്ന് വന്നോട്ടെ. യെസ്, എവിടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? ഫാരഡേയുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? യെസ്, അജു പറയുന്നുണ്ട് യെസ് ആണ് പറയുന്നത്. ക്ലിയർ ആണ് അല്ലെ? സോ അവരെ എക്സ്പെരിമെന്റ് അവിടെ കൊണ്ട് നിർത്തിയില്ല, അവർ വിശാലമായ ലോകം തുറക്കുകയായിരുന്നു. എക്സ്പെരിമെന്റ് നമ്പർ 2. ഇതേ എക്സ്പെരിമെന്റ് അവര് സൗത്ത് പോൾ വെച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. ഇതേ എക്സ്പെരിമെന്റ് ഇപ്പൊ നമ്മൾ എന്താ കൊണ്ടുവന്നത്? മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അല്ലേടാ കൊണ്ടുവന്നത്. മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന് പകരം എന്ത് ചെയ്തു? ഈ മാഗ്നറ്റിനെ റിവേഴ്സ് ചെയ്തു, വിച്ച് മീൻസ് സൗത്ത് ഇവിടെ നോർത്ത് ഇവിടെ തിരിച്ചു വെച്ചു. അങ്ങനെ കൊണ്ടപ്പോഴും റിഫ്ലക്ഷൻ കിട്ടി. ബട്ട് ദ ഡിഫ്ലക്ഷൻ വാസ് അഗെയിൻ എങ്ങനെയായിരുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇമാജിൻ ചെയ്യുക, നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിക്കും. നോർത്ത് പോൾ ഉണ്ടായപ്പോൾ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലായിരുന്നുവെങ്കിൽ, നോർത്ത് പോൾ ഈസ് മൂവ് ടുവേർഡ്സ് എ കോയിൽ, ഇഫ് ദ ഡിഫ്ലക്ഷൻ വാസ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്, സൗത്ത് പോള് മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഡിഫ്ലക്ഷൻ വാസ് ടുവേർഡ്സ് ലെഫ്റ്റ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ഡിഫ്ലക്ഷൻ കിട്ടിയത്. ആ കാര്യം കൂടി മനസ്സിലാക്കണം. ക്ലിയർ അല്ലേടാ? ദിസ് വാസ് ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. സിമ്പിൾ ആണ് കാര്യം അല്ലെ? ഒരു കോയിൽ എടുത്തു, ആ കോയിലത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവന്നു. മാഗ്നറ്റ് കൊണ്ടപ്പോൾ എന്ത് കണ്ടു? ഡിഫ്ലക്ഷൻ കണ്ടു. നമ്മൾ മനസ്സിലാക്കി അവിടെ EMF ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ. ക്ലിയർ അല്ലേടാ? ഡയറക്ഷൻ ഓഫ് കറന്റ് ക്യാൻ ബി ചേഞ്ച് ബൈ ചേഞ്ചിങ് പോൾ ഓഫ് ദി മാഗ്നറ്റ്. അല്ലെങ്കിൽ ഒന്നുകിൽ പോള് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് എക്സ്പെരിമെന്റ്. അതുകൂടി കഴിഞ്ഞ് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം കേട്ടോ. ഓക്കെടാ, ഫസ്റ്റ് എക്സ്പെരിമെന്റ് കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഇത്രയാ പറഞ്ഞത്. ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ മാഗ്നറ്റ് ആൻഡ് കോയിൽ ഇൻഡ്യൂസസ് കറന്റ് ഇൻ ദ കോയിൽ. മക്കളെ ഈ വാക്ക് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. റിലേറ്റീവ് മോഷൻ അതിന്റെ കാര്യം എന്താണെന്നറിയോ? എയ്തർ എന്ത് മൂവ് ചെയ്യിക്കാം? മാഗ്നറ്റ് മൂവ് ചെയ്യിക്കാം, ഓർ നമ്മുടെ കോയിൽ മൂവ് ചെയ്യിക്കാം. ആരെങ്കിലും ഒരാള് മൂവ് ചെയ്താൽ മതി. If there is a relative motion between these things, there will be an EMF induced. Clear അല്ലേടാ? ഒരു കറണ്ട് അതിന് ഇൻഡ്യൂസ് ചെയ്യും. EMF എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ അറിയില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവാനുള്ള ഒരു കോസ് ആണ്. അപ്പോഴാണ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ് EMF ഉള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് മാറി പറയുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, സോ അടുത്ത കാര്യം നോക്കടാ. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ഡിപെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് സ്പീഡ്. ഈ കാര്യം കൂടി അവരുടെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആയിരുന്നു. അതാണ് പറഞ്ഞത്. ദ ഡിഫ്ലക്ഷൻ ഈസ് ഫൗണ്ട് ഗ്രേറ്റർ when the magnet is moved faster. നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ആ മാഗ്നറ്റ് ഇതിന്റെ അടുത്തേക്ക് നീക്കി വന്നപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായി അല്ലെ? ഡിഫ്ലക്ഷൻ കൂട്ടാൻ എങ്ങനെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോ മെല്ലെ മൂവ് ചെയ്തിരുന്നത് എങ്ങനെയാക്കി? സ്പീഡിലാക്കി. മെല്ലെ മൂവ് ചെയ്തിരുന്നത് സ്പീഡിലാക്കി. സ്പീഡിൽ മൂവ്മെന്റ് വന്നപ്പോ വിച്ച് മീൻസ് റിലേറ്റീവ് മോഷന്റെ സ്പീഡ് കൂടിയപ്പോ കൂടുതൽ EMF ഉണ്ടായി. ക്ലിയർ അല്ലേടാ? അടുത്ത കാര്യമാണ്, എത്ര സമയം അവിടെ കറന്റ് ഉണ്ടായിരുന്നത്? എത്ര സമയമാണോ ഫ്ലക്സ് ചേഞ്ച് ലാസ്റ്റ് ചെയ്തത്? ഫ്ലക്സ് ഒരു ടേമൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഫ്ലക്സ്? ഈ ടേമൊക്കെ നമ്മൾ പഠിക്കട്ടോ. എത്ര സമയമാണോ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായത്, അത്രയും സമയത്തേക്ക് കറണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് പറയാം എന്താണ് അവിടെ സംഭവിച്ചത്. സോ ഈ നമ്മളെ കോയിൽ, ഓക്കെ, ഒരു സിംഗിൾ കോയിലായിട്ട് ഞാൻ സാറ് കാണിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മളെ മാഗ്നറ്റ് അല്ലേടാ? സോ ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ? സോ ഞാൻ ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാണ് അല്ലെ? ഈ മാഗ്നറ്റോ അല്ലെങ്കിൽ കോയിലോ മാറുന്ന സമയത്ത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേം ഏതാടാ? അത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. കൃത്യമായിട്ട് അവിടെ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടേം പോരാ, മാഗ്നറ്റിക് ഫ്ലക്സ് തന്നെ വേണം. എന്തുകൊണ്ടാണുള്ള കാര്യം നമ്മൾ അടുത്ത സെക്ഷനിൽ കാണാം. Okay, so I hope the first experiment is clear അല്ലേടാ? ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഇങ്ങനെ നീക്കി എന്തൊക്കെ അവിടെ കണ്ടു, ഡിഫ്ലക്ഷൻ കണ്ടു. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് എക്സ്പെരിമെന്റ് നമ്പർ 2. അവിടെ അവർ എന്ത് ചെയ്തു? ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്. എന്താ? ആ കോയിൽ അവിടെ തന്നെ ഉണ്ട് ആൻഡ് ദ ഗാൽവനോമീറ്റർ ഇസ് ഓൾസോ ദെയർ. ഈ ഭാഗത്തിന് മാറ്റം ഒന്നും വരുത്തിയില്ല. സെക്കൻഡ് പാർട്ടിലാണ് മാറ്റം വരുത്തിയത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബാർ മാഗ്നറ്റ് ദേ യൂസ്ഡ് വാട്ട്? എ കറന്റ് ക്യാരിയിങ്
സോളിനോയിഡ്. കണ്ടോടാ നിങ്ങള്, ഇതെന്താ, ഇത് ബാറ്ററി ആണ്, സോഴ്സ് ഓഫ് EMF ആണ്. ഇത് സ്വിച്ച് ഓൺ ആണെങ്കിൽ, അല്ലെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. This is a current carrying solenoid. The current carrying solenoid can act as a ബാർ മാഗ്നറ്റ്. നമ്മൾ പഠിച്ചു അല്ലെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ കൃത്യമായിട്ട് പഠിച്ചു എന്താ, കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ക്യാൻ ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ് എന്ന് പഠിച്ചു. സോ ആ ബാർ മാഗ്നറ്റിന് നേരത്തെ നമ്മൾ കണ്ട ബാർ മാഗ്നറ്റ് പകരം എന്തുപയോഗിച്ചാലും നമുക്ക് ഇവിടെ EMF ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരു കോയിൽ ഉപയോഗിച്ചാലും പറ്റും. ക്ലിയർ ആണോടാ? സോ ദിസ് ഈസ് സെക്കൻഡ് എക്സ്പെരിമെന്റ്. ഇൻ സെക്കൻഡ് എക്സ്പെരിമെന്റ് ദ ബാർ മാഗ്നറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സെക്കൻഡ് കോയിൽ C2 which is connected to a battery. ഇത്രയാണ് കാര്യം. സെക്കൻഡ് എക്സ്പെരിമെന്റ് ഓക്കെ അല്ലേ? ഇതിന്റെ ഒബ്സർവേഷൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം ഒബ്സർവേഷൻസ് തന്നെയായിരിക്കും അല്ലെ. ആൻഡ് വി ആർ ഓൾസോ മൂവിങ് ദിസ്. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കുകയല്ല ചെയ്യുക, അത് നമ്മൾ മൂവ് ചെയ്യണ കൂടി ഉണ്ട്. സോ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദിസ് തിങ് ഈസ് ആക്ച്വലി വാട്ട്, ഇത് ഇക്വലന്റ് ടു ബാർ മാഗ്നറ്റ് ആണ്. സോ ഇത് മൂവ് ചെയ്യുക മീൻസ് വി ആർ മൂവിങ് ബാർ മാഗ്നറ്റ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്, കൃത്യമായിട്ട് മനസ്സിലായി. സോ ഇതാണ് അവിടെ കണ്ടത്. when C2 is moved towards C1 galvanometer shows deflection. when C2 moves away from C1 galvanometer shows an opposite deflection. സെയിം വേ എവിടെ എക്സ്പെരിമെന്റ് 1-ല് നമ്മുടെ മാഗ്നറ്റ് നീക്കിയപ്പോൾ കണ്ട അതേ കാര്യം. ഓക്കെ അല്ലേ? യെസ്. സോ it is not surprising because we have seen that when the current is passed through a coil it behave like a ബാർ മാഗ്നറ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം. അതുകൊണ്ടാണ് അവിടെ കാര്യം സംഭവിച്ചത്. അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും തന്നെ ഇല്ല. എന്താ അർത്ഥമൊന്നുമില്ല, ഒരു പുതുമയൊന്നുമില്ല. ഇത് ഓൾറെഡി എന്താ പറയാ കണ്ടുപിടിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ? അവർ അതുകൊണ്ട് നിർത്തിയില്ല. ദേ മൂവ് ടു തേർഡ് എക്സ്പെരിമെന്റ്. ആ കോയിൽ ഇവിടെ കാണുന്നുണ്ടോടാ? കോയിൽ കാണുന്നുണ്ടോ? ഈ സൈഡിന് നോ ചേഞ്ച്. ഇവിടത്തെ ചേഞ്ച് എന്താ? Can you identify the change? ഇതാണ് അവിടുത്തെ ചേഞ്ച്. They introduced a key. ഇതെന്താണ്? കീ ആണ്. കീ അല്ലെങ്കിൽ സ്വിച്ച്. ആ കീന്റെ പ്രത്യേകതയാണ് അതൊരു പ്രസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടാപ്പിംഗ് കീ ആണ്. ടാപ്പിംഗ് കീ ജസ്റ്റ് കീ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. എന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പൺ ആവും. ഓക്കെ. സോ അവരെന്ത് ചെയ്തു? ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് എന്താ അവർ നേരത്തെ ചെയ്തത്? അവർ ഈ കോയിൽ കൊണ്ടുവരുന്നില്ലേ, ഈ കോയിൽ നേരത്തെ അവർ മൂവ് ചെയ്തിരുന്നു മക്കളെ, നേരത്തെ മൂവ് ചെയ്തിരുന്നു. ഇതിന് പകരം അവർ എന്ത് ചെയ്തു? ഒന്ന് നോക്കിക്കേ. അവർ ഈ കീന്റെ മുകളിൽ കളിച്ചു അല്ലെ. നോക്കണേ, സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്താ ചെയ്ത്? അവർ ഈ കോയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നു, സിമിലർ ടു ദി ഫസ്റ്റ് എക്സ്പെരിമെന്റ്. സോ ഇവിടെ അവർ ചെയ്യാൻ പോകുന്നത് they will be fixing these two things. ഇതിനെയും ഫിക്സ് ചെയ്തു, ഇതിനെയും ഫിക്സ് ചെയ്തു. ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്തു? എന്നിട്ട് ഒരു കീ വെച്ചിട്ട് ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാക്കി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? എങ്ങനെയാണ് ആ സമയത്ത് ഡിഫ്ലക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എടാ നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ will act as what? Sorry, a current carrying solenoid will act as bar magnet. Current carrying that will be a magnet only when current is flowing through that. ശരിയല്ലേടാ? എപ്പോ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ? കീ ക്ലോസ്ഡ് ആണെങ്കിൽ. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വന്നില്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to 0 ആണ് അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലോ ബിക്ക് ഒരു വാല്യൂ ഉണ്ട്. സോ 0 to മാക്സിമം സ്വിച്ച് പ്രസ് ചെയ്ത് ആ ഒരു ഇൻസ്റ്റന്റില് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടായി. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? അല്ലേ? സോ എപ്പോഴാ പിന്നെ അത് തുടർന്ന് നിൽക്കുവോ? ഇല്ല. ആ കീ അങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെയിം മാഗ്നറ്റിക് ഫീൽഡാ, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവണില്ല. സോ അവരെന്ത് ചെയ്തു? ആ കൈ റിലീസ് ചെയ്തു, വിച്ച് മീൻസ് കീ ഓപ്പൺ ആയി. ഓപ്പൺ ആയി എന്ത് സംഭവിക്കും? ഇവിടെ മാക്സിമം ഉണ്ടെന്ന മാഗ്നറ്റിക് ഫീൽഡ് വിൽ അഗെയിൻ കം ബാക്ക് ടു 0. സോ മാഗ്നറ്റിക് ഫീൽഡിൽ ആക്ച്വലി പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാക്കിയാലാണ് എന്തുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ക്ലിയർ അല്ലേടാ മക്കളെ? അത് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഈ കീയെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഈ കാര്യം മാത്രമാണ് അവർ ചെയ്തത്. ക്ലിയർ ആണോ? ഇതായിരുന്നു 3 എക്സ്പെരിമെന്റ്സും. ക്ലിയർ അല്ലേ മക്കളെ? സോ ഒബ്സർവേഷൻ നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു. ഒബ്സർവ് ഗാലോമീറ്റർ ഷോസ് momentary deflection when tapping key K is pressed. ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ് ആവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും ഗാലമീറ്റർ കൂടെ. ആ ഒരു സെക്കൻഡ് ഓഫ് സമയത്ത് ഒരു ഡിഫ്ലക്ഷൻ കണ്ടു അല്ലെ? 0 മാക്സിമം ആയി. പിന്നെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് വേണം, ചേഞ്ചിങ് ഫ്ലക്സ് വേണം. എന്തുണ്ടാവാൻ? ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാൻ. ക്ലിയർ അല്ലേടാ? സോ the keys held pressed continuously, there is
no deflection in the galvanometer. അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ there will be no deflection. അടുത്ത കാര്യം എന്താണ്? when the key is released, അപ്പോൾ എന്തായി? മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് വന്നു. a momentary deflection is observed again. മനസ്സിലായോടാ? മാക്സിമം സീറോയ്ക്ക് വന്നു, അപ്പോൾ ഉണ്ടായി ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. it is also observed that deflection increases dramatically when an iron rod is inserted into the coil along their axis. ആ കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എങ്ങനെ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂട്ടാം എന്ന് അവർ ആലോചിച്ചു. അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി എന്ന് അവർ ചിന്തിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ട് വെച്ചാൽ മതി? ഒരു സോഫ്റ്റ് അയൺ കോർ കൊണ്ടുവച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? വി ക്യാൻ ഇൻസേർട്ട് a soft iron core inside that. ക്ലിയർ അല്ലേടാ? സോ അവരത് ചെയ്ത സമയത്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടി. ഇതായിരുന്നു മക്കളെ 3 എക്സ്പെരിമെന്റുകൾ. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ടുള്ള 3 എക്സ്പെരിമെന്റുകൾ. ഓരോ എക്സ്പെരിമെന്റ് അവർ എന്ത് മനസ്സിലായി? ആദ്യം അവർ മനസ്സിലാക്കി ഒരു കോയിലില് മാഗ്നറ്റിക് ഫ്ലക്സിൽ, നമുക്ക് അങ്ങനെ തന്നെ പറയല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുമ്പോ ആൻ ഇൻഡ്യൂസ് EMF വിൽ ബി ഡെവലപ്പ് ഇൻ ദ കോയിൽ. ക്ലിയർ അല്ലേടാ? ആ ചേഞ്ച് ഉണ്ടാക്കാൻ either what we can do, we can move the magnet. ക്ലിയർ അല്ലേ? മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കോയിൽ മൂവ് ചെയ്യുമ്പോ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോ there will be change in flux. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾ ക്ലിയർ ആയാൽ അപ്പൊ പറയണേ യെസ്. രണ്ടാമത് എന്ത് ചെയ്തു? അവർ ആ മാഗ്നറ്റ് മാറ്റി അതിന് പകരം ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് കൊണ്ടുവച്ചു. സോളിനോയിഡ് ക്യാൻ ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്, വിച്ച് മീൻസ് ദ സെയിം റിസൾട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ്. ക്ലിയർ അല്ലേടാ? അവിടെയും അവര് ആ ഒരു സെറ്റപ്പ് നീക്കിയിരുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. തേർഡ് എക്സ്പെരിമെന്റ് അവർ എന്ത് ചെയ്തു? സെയിം എക്സ്പെരിമെന്റ് ഒരു കീ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കീ ഇൻട്രൊഡ്യൂസ് എന്ത് ഉണ്ടാവും? അവിടെ നമ്മൾ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് മൂവിങ് വി ക്യാൻ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന വാക്കിന് പകരം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് ഉപയോഗിച്ചത്? അത് നമ്മളെ ക്ലൈമാക്സ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. മക്കളെ, നമ്മുടെ AC ജനറേറ്റർ ഒക്കെ അല്ലേ, നിങ്ങൾക്കറിയാം AC ജനറേറ്ററിന്റെ അകത്ത് എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് സെറ്റപ്പ് ആക്കുക. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും വെച്ചത് എന്താ? അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ മാറ്റാൻ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡിൽ അവിടെ ചേഞ്ച് വരുന്നില്ല. പിന്നെ എന്തിനാ ചേഞ്ച് വരുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് കിടന്ന് നമ്മൾ ആർമേച്ചർ കറങ്ങാണ്, ആംഗിളിൽ ചേഞ്ച് വന്നു. ശരിയല്ലേടാ? ആംഗിൾ അവിടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? അപ്പോ സോ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ആംഗിൾ അല്ല, ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആരാടത്? നോക്കണ മക്കളെ, ക്ലിയർ ആയിട്ട് നോക്കണേ, കൃത്യമായിട്ട് നോക്കണേ. യെസ്, ആരോ അഭിനവ് വന്നിട്ടുണ്ട്. താങ്ക് യു അഭിനവ്. ഓക്കെ, ബാക്ക് ടു ദിസ്. നോക്കടാ മക്കളെ, ഇവിടെ എന്താ സംഭവിക്കുന്ന കാര്യം ഒന്ന് നോക്കുക. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിച്ചു. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് അത് ഇലക്ട്രിക് ഫ്ലക്സ് ആണെടാ. നേരിട്ട് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്താൻ, ഇലക്ട്രിക് ഫ്ലക്സ്. എന്താ ഇലക്ട്രിക് ഫ്ലക്സ്? അത് ഫൈ എന്ന ലെറ്റർ ആയിരുന്നു. ഫൈ ഇസ് ഈക്വൽ ടു ഡി ഫൈ. ചെറിയ ഫ്ലക്സ് ആണെങ്കിൽ ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് നമ്മൾ എഴുതിയിരുന്നു അല്ലെ. അപ്പൊ ഫൈ ആവുന്ന സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്തത് ഇ ഇൻറ്റു എ, ഇ ഡോട്ട് എ നമുക്ക് ഇക്വേഷൻ കിട്ടിയിരുന്നു. ഓർക്കുന്നുണ്ടോടാ? ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കിട്ടിയിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. എല്ലാ മക്കൾക്കും കൃത്യമായിട്ട് അറിയാം എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എടുക്കുക. ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് അല്ലെ. ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഏരിയ, അങ്ങനെ നമ്മൾ പറയുന്നു. ഓർക്കുന്നുണ്ടോ മക്കളെ? എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഈ ഏരിയക്കിലൂടെ ഇങ്ങനെ വരാം. ഓർക്കുന്നില്ലേ? സോ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിലൂടെ ഇങ്ങനെ വരാം, ചെരിഞ്ഞു വരാം, നേരെ വരാം. ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനാണെന്ന് വിളിക്കുക, ഫ്ലക്സ് എന്ന് വിളിക്കുക. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ് മക്കളെ. എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്.
അല്ലെ? ഈ ഇക്വേഷൻ നമുക്കറിയാം ഇ എ കോസ് തീറ്റ അല്ലെങ്കിൽ ഇ ഡോട്ട് എ ആണ്, ഇ എ കോസ് തീറ്റ ആണ് ഇക്വേഷൻ നമുക്കറിയാം. എങ്കിൽ മക്കളെ നിങ്ങൾ പറയടാ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഞാൻ ഫൈ ബി എന്ന് വിളിച്ചു. ലെറ്റർ ഏതാ വിളിക്കുന്നത്? ഫൈ ബി. സോ ഫൈ ബി എന്ന് വിളിച്ചു. ഫൈ ബി ഈസ് ഈക്വൽ ടു, നേരത്തെ അവിടെ ഇ എ കോസ് തീറ്റ ആയിരുന്നു. ഇ എ കോസ് തീറ്റ, ഈ ആരാ? അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എങ്കിൽ ഇവിടെ ആരായിരിക്കും? അത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ക്ലിയർ ആണോടാ? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ എ ഉണ്ട്. എ എന്താടാ? എ എന്താ? ഏരിയ ആണ്. അതിന് ഇവിടെയും മാറ്റമില്ല. ആൻഡ് കോസ് തീറ്റ, തീറ്റ എന്താടാ? തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഏരിയ വെക്ടർ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓർക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ഏരിയ വെക്ടർ വിത്ത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക്. ഇവിടെ മക്കളെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നോക്കണേടാ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഏരിയ വെക്ടർ ഈ സർഫസിലൂടെ അല്ല, അതെങ്ങനെയാണ്? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. അല്ലേടാ മക്കളെ? ഇനി നമുക്ക് പറയാൻ പറ്റുക, നോക്കിക്കേടാ, സപ്പോസ് ഇതാണ് ഏരിയ എന്ന് വിചാരിക്കും. ഇതാണ് ഏരിയ. ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ. ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഏരിയയുടെ വെക്ടർ, ഏരിയ വെക്ടർ. ഇവിടെ കാണുന്ന എ. ഓക്കെ ആണോടാ? അല്ലേ? സോ ഇതും ഈ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. ക്ലിയർ ആണോ? സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫൈ ബി ഈസ് ഈക്വൽ ടു ബി എ ഇൻറ്റു കോസ് ഫൈ, ബി എ കോസ് ഫൈ, ഓർ ഫൈ ബി ഈസ് ഈക്വൽ ടു, എങ്ങനെ നമുക്ക് എഴുതാടാ? ഫൈ ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? എവിടെ നിന്നാണ് ഡോട്ട് എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷൻ ഇല്ലല്ലോടാ. ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ വെക്ടർ ബി വെക്ടർ എ. ഈ കാര്യം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ എടുക്കുന്നത് എന്താ? നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ട് പ്രൊഡക്റ്റ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് വൺ മോർ തിങ്, യൂണിറ്റ് നോക്കണേ മക്കളെ. യൂണിറ്റ് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ യൂണിറ്റ് ടെസ്ലയാണ്. ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ടെസ്ല മീറ്റർ സ്ക്വയർ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഏതാ? അത് വെബർ ആണ്. വെബർ. ഇത്രയാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പെട്ടെന്ന് കമന്റിൽ വന്നേടാ. ഒന്ന് പെട്ടെന്ന് വന്നേടാ. എവിടെ മക്കളെ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ആ കാര്യം നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് സിമ്പിൾ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേടാ. ക്ലിയർ ആണെങ്കിൽ ആ ഹാർട്ട് സിമ്പിളോ അല്ലെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഫയറോ ഒന്ന് പെട്ടെന്ന് വരട്ടെ. മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആണ്, സൂപ്പർ ക്ലിയർ ആണ്, സെറ്റ് ആണ് അല്ലെ? യെസ്. എഡ്സൺ പറയുന്നുണ്ട് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ദേവപ്രിയ പറയുന്നുണ്ട് യെസ് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. സോ മക്കളെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഫൈ ബി ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? നമ്മൾ നേരത്തെ ഫൈ ഇ എന്ന് പറഞ്ഞു. ബി ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ക്ലിയർ ആണ് അല്ലെ? സോ ഇനി ഇത് വെച്ചിട്ടുള്ള കളിയാണ് മക്കളെ. എന്തിനാണ് ഫ്ലക്സ്? ആ ചോദ്യത്തിന് ഉത്തരമാണ് മക്കളെ നമുക്ക് കിട്ടിയത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഏരിയ ഉണ്ട്, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതിലൊക്കെ ചേഞ്ച് വരുമ്പോൾ തന്നെ, ഏരിയയിൽ ചേഞ്ച് വരുമ്പോ, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വരുമ്പോ, ആംഗിളിൽ ചേഞ്ച് വരുമ്പോ, ഈ കേസിലൊക്കെ ഫ്ലക്സ് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന ടേം എടുത്തത്. സോ മക്കളെ നമ്മൾ ഇതോടുകൂടി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കൃത്യമായിട്ട് പറയാൻ പഠിച്ചു. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ് പറഞ്ഞത്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി അല്ലെ? ഫൈ ബി ഉണ്ടായി. എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഇതാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ? വെൻ
there is a change in magnetic flux linked with a ആരോടാ with a conductor. ഇവിടെ നമ്മൾ കോയിലാണ് എടുത്തത്. കണ്ടക്ടർ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഈ കാര്യം ഓർക്കണേ മക്കളെ, ഓർക്കണം, കൃത്യമായിട്ട് ഓർക്കണം. എല്ലാവരും തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞ ഒരു സിമ്പിൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ ഒരു കണ്ടക്ടറുമായി റിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടക്ടർ ഉറപ്പായിട്ടും എന്തുണ്ടാവും? EMF ഉണ്ടാവും. വിച്ച് മീൻസ് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകും. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ്. ഇനിയാണ് നമ്മൾ അതിന്റെ ലോ ആയിട്ട് പറയാൻ പോകുന്നത്. ഫാരഡെ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തു അല്ലെ? എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അദ്ദേഹം ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈ കാര്യം ഉണ്ടാക്കി. വളരെ 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 പ്രധാനപ്പെട്ട ലോ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ തുടക്കമുണ്ടായ ലോ. ഓർക്കണേ മക്കളെ. സോ സിമ്പിൾ ആണ് പറഞ്ഞത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എങ്ങനെ എഴുതാം? ഈ ലെറ്റർ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വെച്ചിട്ട് നമ്മൾ EMF റെപ്രസെന്റ് ചെയ്യുക. ക്യാപിറ്റൽ എന്നുള്ള നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഉപയോഗിക്കലില്ലേ? സോ ഒരു വെറൈറ്റി ആയിട്ട് എഴുതി. തന്നെയാണത്, ആണ് അത് നമ്മൾ EMF റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുക. EMF റെപ്രസെന്റ് ഇങ്ങനെ ഒരു അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഡിവൈഡഡ് ബൈ DT അല്ലെ? DT ഡിവൈഡഡ് ബൈ DT എന്ന് പറഞ്ഞാൽ എന്താടാ? റേറ്റ് ഓഫ് ചേഞ്ച്. അല്ലെങ്കിൽ D/dt ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. നമ്മൾ ഒരുപാട് കാര്യം പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് D/dt ഓഫ് x, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒരുപാട് കാര്യം പഠിച്ചിട്ടില്ല. dx/dt, dv/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ d/dt ഓഫ് phi b is equal to E. ഇതാണ് എന്ത്? നമ്മളുടെ ഫാരഡേസ് ലോ. ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF is equal to d∅dt. ക്ലിയർ അല്ലേടാ മക്കളെ? എന്തുകൊണ്ടാണ് ആ d∅dt എന്ന കാര്യം അവിടെ വന്നത്? അത് മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് ഉണ്ടാകുന്ന റേറ്റ് കൂട്ടിയാൽ, വിച്ച് മീൻസ് ഇഫ് യു മൂവ് ദാറ്റ് മാഗ്നറ്റ് റാപ്പിഡ്ലി അല്ലെങ്കിൽ വെരി ഫാസ്റ്റ്ലി, എന്തുണ്ട്? മോർ EMF ഈസ് പ്രൊഡ്യൂസ്. നമ്മൾ കണ്ടു അല്ലെ? ആ മാഗ്നറ്റ് പെട്ടെന്ന് നമ്മൾ നീക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുതൽ EMF ഉണ്ടായിട്ടുണ്ട്. സോ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് കൂടിയെന്നല്ലേടാ? റേറ്റ് ഓഫ് ചേഞ്ച് കൂടിയല്ലേ? സോ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് പ്രപ്പോർഷണൽ ടു ഏതിനാണ്? EMF ആണ്. ദിസ് ഈസ് ദ ലോ. ഈ ലോ ആണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. ഈ ലോ വെച്ചിട്ടല്ല നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നമ്മൾ പുസ്തകത്തിൽ കാണുന്ന ഇക്വേഷനിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. ആ കാര്യമാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഓക്കെ, സോ NCERT കണ്ട ആളുകൾ മൈനസ് d∅dt, മൈനസ് എവിടെ പോയി സാറേ എന്ന് ചോദിക്കും. ആ കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞു d∅ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ടൈം dt. d∅ ചേഞ്ച്, സിമ്പിൾ അല്ലേടാ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മൈനസ് എവിടെ പോയി? ആ മൈനസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ലെൻസസ് ലോ കൊണ്ടുവന്നത്. ഓക്കെ, മൈനസ് പറയാൻ വേണ്ടിയിട്ടാണ് ലെൻസസ് ലോ കൊണ്ടുവന്നത്. അതിനു മുന്നേ നമുക്കൊരു കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മൾ പറഞ്ഞ കേസിൽ n ടേൺസ് ഉള്ള ഒരു കോയിലാണെങ്കിലും, നമ്മൾ ആദ്യം എടുത്തത് നമ്മൾ ആ ചിത്രം തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ടേൺസ് ഉള്ള കോയിലാ അല്ലെ? സോ നമ്മൾ ഇപ്പൊ എഴുതിയ ഇക്വേഷൻ ഒരു ടേൺ ഉള്ള കോയിലിനാണ്. ഇഫ് ദർ ആർ n ടേൺസ്, ഒന്നുമില്ലടാ, ഈസ് ഈക്വൽ ടു n d∅ divided by dt. ക്ലിയർ അല്ലേടാ? സോ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് മനസ്സിലായി. n കൂടിയാൽ, n-ന്റെ വാല്യൂ എത്രയാ? 1 2 3 4. എത്ര ടേൺസ് കൂടുന്നോ അതിനനുസരിച്ച് എന്ത് കൂടി വരും? n-ന്റെ വാല്യൂ കൂടും അല്ലെ? അത് നമുക്ക് മനസ്സിലായി. ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ഇൻക്രീസ്ഡ്. എങ്ങനെ? ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ഇൻക്രീസ്. n കൂടിയാ പോരാടാ. n 2 ആയാൽ ന്റെ വാല്യൂ ഡബിൾ ആയില്ലേ? n 3 ആയാൽ ന്റെ വാല്യൂ പിന്നെയും കൂടിയില്ലേ? സോ ബൈ ഇൻക്രീസിംഗ് number of turns in the coil, we can increase. എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേടാ? We are moving to the case എന്തുകൊണ്ട് മൈനസ് വന്നു. ആ എക്സ്പ്ലനേഷൻ എന്ന സയന്റിസ്റ്റ് ആണ് ലെൻസ്. സോ അദ്ദേഹത്തിന്റെ ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഇദ്ദേഹം പറഞ്ഞ ഇക്വേഷനിലേടാ എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു n
എൻ ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി. അതിലൊരു മൈനസ് സൈൻ കൊണ്ടുവന്നാൽ എന്തായി? ലെൻസസ് ലോ ആയി. എന്താ പറയുന്നത്? ഒരു മൈനസ് സൈൻ കൊണ്ടുവന്നാൽ ലെൻസസ് ലോ ആയി മക്കളെ. ആ മൈനസിന്റെ അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. The direction of induced EMF is such that it will try to oppose magnetic flux change. മാഗ്നറ്റിക് ഫ്ലക്സിലുണ്ടായ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനാണ്. ഫ്ലക്സിൽ ചേഞ്ചിനായി, ഫ്ലക്സ് കൂടിയെങ്കിൽ അത് കുറയ്ക്കാനാണ് ആര് നോക്കുക? ഇൻഡ്യൂസ്ഡ് EMF നോക്കുക അല്ലെ. ഫ്ലക്സ് കൂടുന്നുണ്ടോ എങ്കിൽ കുറച്ചേക്കാം. എന്ത് ചേഞ്ച് ആണ്? കുറയുന്നുണ്ടോ എങ്കിൽ കൂട്ടിയേക്കാം. അതിനെ എന്ത് കാരണം കൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്, ആ കാരണത്തെ കുറയ്ക്കുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനാണ് ആര് ശ്രമിക്കുക? നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF ശ്രമിക്കുക. അവർ രണ്ടും വഴക്കാണടാ, തമ്മിൽ വഴക്ക. ഇൻഡ്യൂസ്ഡ് EMF കൂടി അല്ലെ. എന്തിനാ കൂടുന്നത്? അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടായ ചേഞ്ച് കുറയ്ക്കണം. അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റം അവിടെ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടത്തെ ഇൻഡ്യൂസ്ഡ് EMF ശ്രമിക്കുന്നത്. അവനുണ്ടായ മാറ്റം ഒപ്പോസ് ചെയ്യണം. അവൻ കൂടിയെങ്കിൽ അവനെ കുറയ്ക്കണം, അവൻ കുറഞ്ഞെങ്കിൽ അവനെ കൂട്ടണം, അവൻ ആ ലെവലിൽ തന്നെ നിർത്തണം. ആ ഉദ്ദേശം. കാര്യം മനസ്സിലായോടാ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is such that it will try to oppose magnetic flux change. ചേഞ്ച് ഇവിടെ ഉണ്ടായാൽ അതിനാണ് മൈനസ് കൊടുത്താൽ ഒപ്പോസ് ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞ കാര്യം. ലെൻസസ് ലോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി. ലെൻസസ് ലോ. ഇതുവരെ നമ്മളെ കാര്യം സെറ്റ്. ക്ലിയർ അല്ലേടാ? ലെൻസസ് ലോ ക്ലിയർ ആണ്. യെസ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നോക്കിക്കേ മക്കളെ, ഒരു സിംഗിൾ ടേൺ. ഓക്കെ, ഒരു കോയിൽ. ഈ കോയിലിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോ ഫ്ലക്സിൽ എന്ത് ചേഞ്ച് ആടാ ഉണ്ടാവുക? ഫ്ലക്സ് കൂടും. ശരിയല്ലേ? അടുത്തേക്ക് വരുമ്പോ ഫ്ലക്സ് കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഫ്ലക്സിനെ റിപ്പൽ ചെയ്യണം. പോടാ നമ്മൾ റിപ്പൽ ചെയ്യണം. കൂടണ്ട പറയണം. അത് കൂടണ്ട എന്ന് പറയണമെങ്കിൽ ഇവിടെ ഏത് പോളാവണം? റിപ്പൽ ചെയ്യണമെങ്കിൽ ഇവിടെയും ഏത് പോള് വരണടാ? നോർത്ത് പോൾ തന്നെ വരണ്ടേ അല്ലേ? നമുക്കറിയാം ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോ ഇതെന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും അല്ലെ. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ക്യാൻ ആക്ട് ആസ് എ മാഗ്നറ്റ്. അതിന് എന്തുണ്ട്? നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഒരു സൈഡ് നോർത്ത് ആണെങ്കിൽ മറ്റേ സൈഡ് സൗത്ത് ആയിരിക്കും. കൃത്യമായിട്ട് നമുക്കറിയാം അല്ലെ. എങ്കിൽ ഇവിടെ നോർത്ത് പോൾ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ അത് എന്തിനു ട്രൈ ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്യാൻ, റിപ്പൽ ചെയ്യാൻ. നോർത്ത് അയ്യോ വരല്ലേ എന്ന് പറയാൻ, റിപ്പൽ ചെയ്യാൻ. വരുമ്പോ വരല്ലേ എന്ന് പറയാൻ. എടാ, ഇത് നോർത്ത് ആണെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ കാണാൻ സിമ്പിൾ അല്ലേടാ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ എന്നിനെ ഒന്ന് വളച്ചെഴുതുക, 2 ആരോ മാർക്ക് കൊടുക്കുക. മനസ്സിലായോ? സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ നമുക്ക് കിട്ടി. എൻ എഴുതിയാ മതി, ആ എന്നിന്റെ ആരോ മാർക്ക് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇഫ് എ മാഗ്നറ്റ്, നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് towards the coil. മനസ്സിലായോടെ മക്കളെ? ഈ കോയിലിന്റെ അടുത്തേക്ക് നമ്മൾ നോർത്ത് പോൾ കൊണ്ടുവന്നാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പഠിക്കാൻ സിമ്പിളാ. നോർത്ത് പോൾ വന്നു, അവിടെ നോർത്ത് പോൾ ഒന്ന് റിപ്പൽ ചെയ്യും. ആ എന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഡയറക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടി. സിമ്പിൾ അല്ലേടാ മക്കളെ? പറഞ്ഞേ, സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ള ടാസ്ക് വരുന്നുണ്ട് മക്കളെ, സോ അടുത്ത കേസ് നമ്മുടെ മാഗ്നറ്റ് വീണ്ടും നമ്മുടെ കോയിൽ വീണ്ടും. ഓക്കെ, ഈ കോയില് ഇപ്രാവശ്യം എന്താ ചെയ്യുന്നത്? ഇത് നോർത്ത്, ഇത് സൗത്ത്. അതിൽ മാറ്റമൊന്നുമില്ല. മാറ്റം ഉണ്ടായത് ഈ കാര്യത്തിലാണ്. കോയിൽ ഈസ് മൂവ്ഡ് എവേ ഫ്രം ദി കോയിൽ. എന്താ സംഭവിച്ചത്? നമ്മളെ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എവേ ഫ്രം ദി കോയിൽ. അപ്പൊ എന്ത് സംഭവിക്കടാ? ഒന്ന് പറഞ്ഞേ. ഇത് ഇങ്ങോട്ട് പുറകിലേക്ക് പോയാൽ അയ്യോ പോകല്ലേ എന്ന് പറയും. പോകല്ലേ എന്ന് പറയണമെങ്കിൽ ഇവിടെ എന്ത് വേണടാ? സൗത്ത് പോൾ വേണം. വേണ്ടേ? സൗത്ത് ആണെങ്കിലല്ലേ പോകുന്ന ആളെ
അട്രാക്ട് ചെയ്യാൻ പറ്റുക. മനസ്സിലായോടാ? മനസ്സിലായോ? ഇവിടെ സൗത്ത് പോൾ ആണ്. വിച്ച് മീൻസ് ഇഫ് ദ മാഗ്നറ്റ് ഈസ് മൂവിങ് away from the coil, അവിടെ ഇൻഡ്യൂസ് ചെയ്ത പോൾ ഏതാ? സൗത്ത് പോൾ ആണ്. സോ സൗത്ത് പോൾ ആണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഏതാടാ? അത് ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് നമ്മുടെ ലെൻസസ് ലോ വെച്ചിട്ടാണ് പറയാൻ പറ്റുക. എന്ത് ചേഞ്ച് ആണോ ഉണ്ടാവുക? യെസ്, സൗത്ത് പോൾ വിൽ ബി ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ. അജു പറഞ്ഞു. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? വ്യക്തമായിട്ട് മനസ്സിലായോ? ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ചോദിക്കുക. അവിടെ ഇൻഡ്യൂസ് ചെയ്ത ഈ എസിനെ കുറിച്ചോ എന്നെ കുറിച്ചോ അല്ല ചോദിക്കുക. ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണ് ചോദിക്കും. ഇവിടെ ഏതാണ്? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേടാ? ഇവിടെ ഏതാണ്? ആന്റി ക്ലോക്ക്. എന്താണ് പറഞ്ഞത്? മാഗ്നറ്റ് മൂഡ് ടുവേർഡ്സ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റ് മൂഡ് മാഗ്നറ്റ് ടുവേർഡ്സ് കോയിൽ. ഇവിടെ എന്താണ്? മാഗ്നറ്റ് എവേ. ക്ലിയർ ആണോടാ? കാര്യം മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് ലെൻസസ് ലോ വെച്ചിട്ട് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുക. വളരെ 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 സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേടാ മക്കളെ? സോ നമുക്ക് ലെൻസസ് ലോയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് പറയാം. ലെൻസസ് ലോ ഇസ് ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ ഫോം. എടാ മക്കളെ, ഇവിടെ നമ്മൾ മൂവ് ചെയ്യിച്ചു. മൂവ് മെക്കാനിക്കൽ എനർജി അല്ലെ? ആ മെക്കാനിക്കൽ എനർജി കൊടുത്തപ്പോൾ അവിടെ എന്തുണ്ടായി? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായി. ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഉണ്ടായത്? നോക്കണ്ടേടാ. സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമ്മൾ പറഞ്ഞ കണക്ക് തിരിച്ചു വരാം. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ മാഗ്നറ്റ് ഈസ് എഗെയിൻസ്റ്റ്. സോ മാഗ്നറ്റിന്റെ എന്തുണ്ടാവും? ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ? അവിടെ തടുക്കാനുള്ള എതിർക്കാനുള്ള ഫോഴ്സ് ആർക്കുണ്ടാവും? മാഗ്നറ്റ് ഉണ്ടാവും. ആ എതിർപ്പിനെ മറികടക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ വർക്ക് അതിന്റെ മുകളിൽ കൊടുക്കുന്നത്. സോ ആ എതിർപ്പ് എന്തായിട്ടാണ് വരുന്നത്? ആ ഒരു റിപ്പൽഷൻ അല്ലെങ്കിൽ ആ ഒരു ഒപ്പോസിഷൻ വിൽ ഗെറ്റ് ദാറ്റ് ആസ് ഇലക്ട്രിക്കൽ എനർജി. കാര്യം മനസ്സിലായോ? മാഗ്നറ്റിന്റെ അട്രാക്ഷനോ റിപ്പൽഷനോ എന്ത് തന്നെ ആവട്ടെ, ആ ഒരു എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് കൊണ്ട് മാഗ്നറ്റിന്റെ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവുന്നു. വി ആർ പ്രൊവൈഡിങ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ വി ആർ ഡൂയിങ് സം വർക്ക്. ഈ വർക്ക് എങ്ങനെ അത് ഒപ്പോസ് ചെയ്യും? അത് ഒപ്പോസ് ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. വിച്ച് മീൻസ് ഈ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദിസ് തിങ്. എന്താണ് കാര്യം? ലോ ഓഫ് കൺസർവേഷൻ ഈസ് അക്കോർഡിംഗ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലെൻസസ് ലോ ഈസ് അക്കോർഡിംഗ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. മക്കളെ നോക്കിക്കേടാ. നമ്മൾ ആ പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് അപ്രോച്ചിങ് ദ കോയിൽ, ഫേസ് ഓഫ് ദ കോയിൽ ഫേസിംഗ് നോർത്ത് പോൾ അക്വയർ നോർത്ത് പോളാരിറ്റി ഇൻ ഓർഡർ ടു ഓപ്പോസ് ദ മോഷൻ ഓഫ് ദി മാഗ്നറ്റ്. നമ്മൾ ആ വരച്ച ചിത്രം, NCERT ചിത്രം ക്ലിയർ ആയിട്ട് അവിടെ കാണിച്ചതാണ്. ക്ലിയർ അല്ലേടാ? നോക്കിയേ, നോർത്ത് പോൾ ഈസ് കമ്മിങ് ടുവേർഡ്സ് ദാറ്റ്. ജസ്റ്റ് എന്ന് എഴുതി കൊടുക്കുക. അവിടെ എന്ത് വേണം? റിപ്പൽഷൻ വേണം. എന്ന് വരുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നു. കൂടല്ലേ തള്ളിവിടാൻ ആര് വേണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം അല്ലെ? നോർത്ത് പോൾ പോകുന്നു, പോകല്ലേ. എന്ത് സംഭവിച്ചാലും അതിന്റെ ഓപ്പോസിറ്റ്. കൂടുമ്പോ കൂടല്ലേ, കുറയുമ്പോ കുറയല്ലേ. അപ്പൊ കുറയല്ലേ എന്ന് പിടിച്ചു കളിക്കാൻ അവിടെ സൗത്ത് പോൾ വേണം. കാര്യം മനസ്സിലായില്ലേടാ? ഇതാണ് ലെൻസസ് ലോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും ചെയ്യണം മക്കളെ. ഇപ്പോ തന്നെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ പറയുന്നത്? എ മെറ്റാലിക് റിംഗ്. വായിച്ചു നോക്കിയടാ. എ മെറ്റാലിക് റിംഗ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ വാൾ ഓഫ് എ റൂം. When north pole of magnet is brought near to it, the induced current in the ring will be. എന്താ പറഞ്ഞത്? നമ്മുടെ വാളിൽ എന്ത് വെച്ചിട്ടുണ്ടടാ? ഒരു റിംഗ് വെച്ചിട്ടുണ്ട്, ഒരു മെറ്റാലിക് റിംഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഈ മെറ്റാലിക് റിംഗിലേക്ക് ആരാണ് വരുന്നത്? ആരാണ് അവൻ? അവനാണ് ഒരു മാഗ്നറ്റ്. വരികയാണ്, ബ്രോട്ട് നിയർ ടു ഇറ്റ്. ഏത് പോള്? നോർത്ത് പോള് വരുന്നു. ഇതുവരെ മനസ്സിലായില്ലേടാ? ആൻസർ എന്താ വരാത്തത്? നോർത്ത് പോള് വന്നു കഴിഞ്ഞാൽ ഇവിടെയും എന്താ?
നോർത്ത് ആകും. ആ നോർത്തിന്റെ വാല് നീട്ടിയാൽ നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ടായ കറണ്ട് ഏത് ഡയറക്ഷനിലാണ്. യെസ്, ആൻസർ ഏതാടാ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് വൈസ് ആൻഡ് ദെൻ ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് എപ്പോഴാണ് ഉണ്ടാവുക? ഫസ്റ്റ് ക്ലോക്ക് വൈസ് വരണമെങ്കിൽ എവേ പോണം അല്ലെ? പിന്നെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കളിക്കുകയാണ്, ഇവിടെ വെച്ചു ഇങ്ങോട്ട് കൊണ്ടുപോയി പുറകിലേക്ക് വന്നു. അങ്ങനെയൊക്കെ കളിക്കുമ്പോഴേ ഫസ്റ്റ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഉള്ളൂ. ഇനി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ക്ലോക്ക് വൈസ് അല്ലെ? ആ കാര്യമാണ് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ദെൻ ക്ലോക്ക് വൈസ് ആകും. എപ്പോ? അവിടെ ഇങ്ങനെ പറയണം, ബ്രോഡ് നിയർ ദ മാഗ്നറ്റ് ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് എന്നൊക്കെ പറയണം അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഉള്ളൂ ഇത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ പറഞ്ഞ കാര്യം ലെൻസസ് ലോ ഉപയോഗിച്ച് ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ. ക്ലിയർ ആയെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ. യെസ്, എല്ലാവരും പറയുന്നുണ്ട് സി ആണ് ആൻസർ എന്ന് പറയുന്നുണ്ട്. ദേവപ്രിയ പറയുന്നുണ്ട്, അജു പറയുന്നുണ്ട്, ശ്രേയസ് പറയുന്നുണ്ട്. യെസ്, എല്ലാവരും പറയുന്നുണ്ട്. ക്ലിയർ ആണോടാ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അല്ലെ? 5B is equal to BA cos phi. സെക്കൻഡ് ഇക്വേഷൻ ഏതാ? E is equal to induced EMF E is equal to minus n d phi by dt if there are n turns. ഇത്രയാണ് പഠിക്കേണ്ടത്. യെസ്, ഫയർ വന്നു. സോ ദിസ് ഈസ് ഇറ്റ് മക്കളെ. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി. യെസ്, അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മുടെ +2 ലെവലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, ആ ഡിഫറൻസിയേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എങ്കിൽ പോലും നമുക്ക് ഒരിക്കൽ കൂടി ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് linked with a coil in വെബറിലൊക്കെ തന്നിട്ടുണ്ട്. is given by the equation phi is equal to 5t² plus 3t plus 16. The induced EMF in the coil at time t will be. എങ്ങനെ ചെയ്യുമെടാ? സിമ്പിൾ ആണ്. ഇൻഡ്യൂസ്ഡ് EMF is equal to, നമ്മുടെ ഇക്വേഷൻ എന്താ? ഇൻഡ്യൂസ്ഡ് EMF is equal to minus d phi divided by dt അല്ലെ? ആൻസർ ബി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരാണത്? ദേവപ്രിയ പറഞ്ഞു കഴിഞ്ഞു. മക്കളെ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മൈനസ് അങ്ങനെ ഇടുക, d by dt ഓഫ് എന്താണത്? 5t² plus 3t plus 16 അല്ലേ? യെസ്, ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമടാ. ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? റെഡി അല്ലേ നിങ്ങൾ റെഡി അല്ലേ? യെസ്, ഇത്രയുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ എങ്ങനെയാണ്? 5 into t² എന്താ? into 2t അല്ലെ? കോൺസ്റ്റന്റ് 5 ആണ്. t² 2t പ്ലസ് 3 അല്ലെ? 3t ഒന്നുമില്ല, 3t പ്ലസ് 16 0. ക്ലിയർ അല്ലേടാ? സോ ഇൻഡ്യൂസ് EMF is equal to minus of 5 into 2 10t plus 3. ഓക്കെ ആണോടാ? മൈനസ് ഓഫ് 10t plus 3. ശ്രദ്ധിച്ചു പറയണേ, 10t plus 3. ഓക്കെ അല്ലേടാ? സോ നമ്മളത് വെൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വെൻ ടൈം 4 സെക്കൻഡ് ആവുമ്പോ, വെൻ ടൈം t is equal to 4 seconds, 5b is equal to minus of 10 into 4 അല്ലെ? 10 into 4 പ്ലസ് എത്രയാടാ? 3 വരും. ക്ലിയർ ആണോടാ? മൈനസ് ഓഫ് 10 into 4 40 plus 3 which means minus 43 വോൾട്ട്. ആൻസർ ബി. എല്ലാവർക്കും കിട്ടിയില്ലേ? ആൻസർ കൃത്യമായി ചെയ്തവർ അത് പറയടാ. ആൻസർ കിട്ടി, സെറ്റാണ്, തംസ് അപ്പ് ഇടറാ. ആൻസർ ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ആ കരയുന്ന ഇമോജി ഒന്ന് ഇടാം. ഇപ്പൊ കാര്യം മനസ്സിലായെങ്കിൽ ഫയർ ഇടാം. പെട്ടെന്ന് എവിടെയാടാ മക്കളെ നിങ്ങള്? മനസ്സിലായില്ലേടാ? ക്ലിയർ അല്ലേടാ? ഒന്ന് പറഞ്ഞേ. യെസ്, ദേവപ്രിയ, ശ്രേയസ്. സോ ആ സെക്ഷൻ നമ്മൾ അവസാനിപ്പിച്ചു മക്കളെ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷണൽ EMF. ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. ഒരു മൂവ് ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ടാക്കുന്ന EMF എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മക്കളെ. ഇതാണ് പറഞ്ഞ കാര്യം. വെൻ എ കണ്ടക്ടിങ് റോഡ് ഈസ് മൂവ് ത്രൂ, നമ്മൾ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്നിട്ട് മതിയല്ലോ ബാക്കിയൊക്കെ വെച്ചിട്ടാ. വെൻ എ
കണ്ടക്ടിങ് റോഡ് ഈസ് മൂവ് ത്രൂ എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. ആരാണ്? കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ബിയിൽ ചേഞ്ച് ഇല്ല. ആൻഡ് EMF ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് ദി റോഡ്. ദിസ് ഈസ് ടേംഡ് ആസ് EMF. യെസ്, നോക്കണം മക്കളെ, ഇത്രയുള്ളൂ കാര്യം. റോഡ് സ്പെല്ലിംഗ് തെറ്റല്ലേ? സോ നോക്കടാ, ഇത്രയുള്ള കാര്യം. എന്താ പറഞ്ഞത്? ഒരു കണ്ടക്ടിങ് റോഡ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഏതിലൂടെ? കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരുന്നുടാ. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? EMF ഡെവലപ്പ് ചെയ്തു. അത്ഭുതകരമായിട്ടുണ്ടായ ആ പ്രവൃത്തി നമ്മൾ വിളിച്ചു മോഷണൽ EMF. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, സാറേ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വേണ്ടേ? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചേഞ്ച് ഉണ്ടാവേണ്ടത്. എങ്ങനെയാണ് ആ ചേഞ്ച് വരുന്നത്? വെലോസിറ്റി മൂവ് ചെയ്യുന്നതുകൊണ്ട് നോക്കാമല്ലേടാ. സോ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു കണ്ടക്ടിങ് ഫ്രെയിം MSRN. കാണുന്നുണ്ടോ മക്കളെ? MSR എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടിങ് ഫ്രെയിം. അതിന്റെ സൈഡുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലെ 3 സൈഡും ഫിക്സ്ഡ് ആണ്. ആൻഡ് ദ സൈഡ് PQ അല്ലെങ്കിൽ ഈ കഷ്ണം PQ ഈസ് മൂവബിൾ അല്ലെ? മൂവബിൾ ആണ്. സോ ഇമാജിൻ ചെയ്യുക, ദാറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ് വിത്ത് സം വെലോസിറ്റി V. കണ്ടോ നിങ്ങൾ? അതിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ഇവിടത്തെ ഏരിയ മാറും. ക്ലിയർ അല്ലേടാ? ഏരിയ മാറുന്നില്ലേ? സോ എ യൂണിഫോം മാഗ്നറ്റിക് വിൽ എസ്റ്റാബ്ലിഷ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡയറക്റ്റ് ഇൻ ടു ദി പ്ലെയിൻ. എവിടെയാ അത് മൂവ് ചെയ്യുന്നത്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇൻ ടു ദി പ്ലെയിൻ. അപ്പൊ നമ്മൾ എന്ത് വരച്ചു? ആരോ മാർക്കിന്റെ പുറകു വശമായിട്ടുള്ള ക്രോസ് വരച്ചു. ഓർക്കുന്നില്ലേ? ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കും? ഡോട്ട് വരയ്ക്കും. ഇൻ ടു ദി പ്ലെയിൻ ആവുകൊണ്ട് ഞാനിവിടെ കുറേ ക്രോസ് മാർക്കുകൾ ഇട്ടു. That means magnetic field is directed into the paper. കാര്യം മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം, കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇവിടെ ഈ കാര്യം മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക, EMF ഉണ്ടാവുന്ന കാര്യമാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ ആണോ? സിമ്പിൾ ആണ് ഡെറിവേഷൻ. നമുക്ക് ഒരേ ഒരു ഇക്വേഷൻ, ഇൻഡ്യൂസ്ഡ് EMF is equal to എന്താടാ? മൈനസ് d∅ divided by dt. ക്ലിയർ അല്ലേടാ? ഫൈ ഈക്വൽ ടു എന്താ? ഫൈ ഇസ് ഈക്വൽ ടു BA cos theta. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? സോ BA cos theta. ഇവിടെ തീറ്റ എത്രയാ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാടാ. Into the plane. കാണുന്നുണ്ടോ? They are moving into the plane. And area vector എങ്ങനെയാ? ഈ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർലി അപ്വേർഡ് മുകളിലേക്കായിട്ടാണ് ഏരിയ. സോ അവിടുത്തെ തീറ്റ എത്രയാടാ? തീറ്റ ഈസ് ഈക്വൽ 180 ഡിഗ്രി. കാര്യം മനസ്സിലായോ മക്കളെ? തീറ്റ 180 ഡിഗ്രിയാണ്. സോ ഇക്വേഷൻ എങ്ങനെയാ? ഫൈ ഇസ് ഈക്വൽ ടു BA ഇൻറ്റു cos 180 1 ആണ്. സോ BA ആണ്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം. മൈനസ് ഓഫ് cos 180 -1 അല്ലേടാ? cos 180 -1 അല്ലേ? മൈനസ് BA. വെരി സോറി ഫോർ ദാറ്റ്. മൈനസ് BA. സോ മൈനസ് ഓഫ് d/dt ഓഫ് മൈനസ് BA. ആ മൈനസും പോയി. d/dt ഓഫ് BA എന്ന് വന്നു മക്കളെ. അതില് BA പുറത്തെടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ്. സോ DA ഡിവൈഡഡ് ബൈ DT. A എന്താ? ഏരിയ ഓഫ് ദി ലൂപ്പ് അല്ലെ? ആ ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കടാ മക്കളെ, ഇതാണ് ആ ഭാഗം. ഈ സൈഡ് എത്രയാടാ? ഇത് L ആണ്. കണ്ടോ നിങ്ങള്? ഈ സൈഡ് എത്രയാണ്? ദാറ്റ് ഈസ് L. ആൻഡ് ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് X ആണ്. സോ ആ ഏരിയ എത്രയാടാ? ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു X. മനസ്സിലായോ? അതിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത ഈ ലൂപ്പിന്റെ ലെങ്ത് L-ഉം അതിന്റെ ബ്രെഡ്ത്ത് X-ഉം ആണ്. സോ ഏരിയക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? B ഇൻറ്റു d/dt ഓഫ് L ഇൻറ്റു X. ഇനി ആരാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്? നോക്കിക്കേടാ, ഈ ലെങ്ത് ചേഞ്ച് ചെയ്യൂ? ഇല്ല, അത് സെയിം ആണ്. പക്ഷെ ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ X മാറും. സോ അവിടെ ചേഞ്ച് വരുന്ന ആൾ ആരാടാ മക്കളെ? നോക്കിക്കേ, അത് ഫൈ ഇസ് ഈക്വൽ ടു B ഇൻറ്റു L നെയും പുറത്തെടുത്തു dx ഡിവൈഡഡ് ബൈ
ഡി ടി ആണ്. മനസ്സിലായോടാ? ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. എങ്കിൽ മക്കളെ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി പൊസിഷനിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം. ഡി എക്സ് ബൈ ഡി ടി എന്താടാ? ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി വെലോസിറ്റി. അല്ലേ അല്ലേ? ഇക്വേഷൻ കിട്ടിയില്ലേടാ മക്കളെ? നോക്കടാ, നമ്മുടെ ഇക്വേഷൻ ഏതാ? phi is equal to BLV. ക്ലിയർ ആണോടാ? എന്താ ആരോ ചോദിച്ചു. സോ കറണ്ട് ഈസ് ഫ്രം പി ടു ക്യൂ. അത് നമ്മൾ ഡയറക്ഷൻ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പി ടു ക്യൂഓ ക്യൂ ടു പി ആ. നോക്കട്ടെ, അത് മൂവ്മെന്റ് അനുസരിച്ച് വരും. ഡയറക്ഷൻ നമുക്ക് പിന്നെ പറയാം കേട്ടോ. നോക്കിക്കേ. സോ phi is equal to എന്തുകൊണ്ടാ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. phi is equal to BLV എന്നുള്ള. phi എന്താടാ എഴുതുന്നത്? ഇ അല്ലേ? ഫ്ലക്സ് അല്ലേ? ഇ എം എഫ് അല്ലേ? ഇ എം എഫ് ഈസ് ഈക്വൽ ടു BLV. ആരും കണ്ടില്ലേടാ ഞാനിത് എഴുതിയത്? എന്താ നിങ്ങൾ കമന്റ് ബോക്സിൽ വരാത്തത്? നോട്ട് ക്ലിയർ നോ. ഒരിക്കൽ കൂടി പറയണോ? പറഞ്ഞുതരാടാ, ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. ഈ ഒരു കണ്ടക്ടർ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഇത് മൂവ് ചെയ്യുന്നത് എവിടെയാ? അത് മൂവ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ്. ക്ലിയർ ആണോടാ? അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ അത് മൂവ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് EMF ഉണ്ടാകാൻ കാരണം എന്താ? അവിടെ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഈ ഏരിയ മാറുന്നു. ഓക്കെ ആണോ? സോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ തുടങ്ങി. ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? അതില് ഫൈക്ക് പകരം ബി എ എന്ന് കൊടുത്തു. മൈനസ് വരാൻ കാരണം ആംഗിൾ 180 ആയതുകൊണ്ടാണ്. സോ ബി കോൺസ്റ്റന്റ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ്, ബി പുറത്തേക്ക് എടുത്തു. ഡി എ ഡിവൈഡഡ് ബൈ ഡി ടി. ഏരിയ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് എക്സും ആണ്. സോ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൽ എക്സ് എന്ന് എഴുതി. ലെങ്ത് മാറുന്നില്ല. സോ ബിയും എല്ലും പുറത്തേക്ക് എടുക്കാം. ഡി എക്സ് ബൈ ഡി ടി വി ആണ് മക്കളെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെടാ. ഇത് ആക്ച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ഇറ്റ് ക്യാൻ ബി ഈസ് ഈക്വൽ ടു മൈനസ് BLV. എപ്പോ? It can be is equal to minus BLV when the velocity is in the opposite direction. ക്ലിയർ ആണോടാ? ഇങ്ങോട്ട് വരുമ്പോ ഇൻഡ്യൂസ് EMF പോസിറ്റീവ് സൈഡിലേക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ EMF ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടാവുക. സോ വി ക്യാൻ സേ, വാട്ട് യു ക്യാൻ സേ, this is the magnitude of induced EMF. അല്ലേ? magnitude of motional EMF is equal to BLV. മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ക്ലിയർ അല്ലേടാ മക്കളെ? ഓർത്തു വെക്കണം കേട്ടോ. എന്തുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ക്ലിയർ ആണ്. താങ്ക്സ് ഫോർ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈസ് ദാറ്റ് ഓക്കെ? സോ ദിസ് ഈസ് വാട്ട്, ഇതാണ് നമ്മൾ പറഞ്ഞ മോഷണൽ EMF. ക്ലിയർ ആണോടാ മക്കളെ? ഇവിടെ വെയിറ്റിംഗ് ഫോർ ദി റെസ്പോൺസ്. ക്ലിയർ സർ? ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ഫയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, പരിഗണിക്കണേടാ. സർ വെലോസിറ്റി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് EF. അങ്ങനെയല്ലടാ. ഇപ്പൊ നമ്മളെ കൺസിഡറേഷൻ എന്താ? ദ ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പണ്ട് തുടങ്ങിയത്? ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ് മുതലേ തുടങ്ങിയത്. സോ ഇഫ് ദാറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് റൈറ്റ്, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF മാറും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്നല്ല പറഞ്ഞത്. ആ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അനുസരിച്ച് മാറും. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കാണാൻ ഇതൊന്നും അല്ല സൂത്രം. നമുക്കറിയാം, നമ്മളെ റൂള് വരുന്നുണ്ട് അല്ലേ? ഫ്ലെമിങ്ങിന്റെ അടിപൊളിയായിട്ടുള്ള റൂൾ നമുക്കുണ്ട്. യെസ്, ആ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് കാര്യം കൃത്യമായിട്ട് പറയാട്ടോ. അതുകൊണ്ടാണ് ഡയറക്ഷൻ ചോദിച്ചപ്പോൾ ദേവപ്രിയ ഞാൻ ഇപ്പൊ കാര്യങ്ങളൊന്നും പറയാത്ത, നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. സോ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട്, മോഷണൽ EMF. ഇക്വേഷന്റെ ഡെറിവേഷൻ ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ കൂടിയാണ്. സോ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ദിസ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ ഫോർ ദി ഡേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ലാസ്റ്റ് ടോപ്പിക് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് കൃത്യമായിട്ട് നോക്കടാ. സോ ഫിഗർ ഇതാണ്. ദിസ് ഈസ് ദ ഫിഗർ.
എന്തൊക്കെ ഫിഗറിൽ കാണാം? യു ക്യാൻ സി എ കണ്ടക്ടർ അല്ലെ, ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിൽ കാണാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ് ഈസ് മാർക്ക്ഡ് ദെയർ, കോയിൽ വിത്ത് n ടേൺസ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് L ആണ്, n ആണ്. അങ്ങനെയുള്ള ഒരു ടേൺ ഉള്ള ഒരു കോയിൽ അവിടെ ഉണ്ട്. ഓക്കെ, ഈ കോയിലിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? AC സപ്ലൈ കൊടുത്തു. ഏത് സപ്ലൈ കൊടുത്തത്? AC സപ്ലൈ കൊടുത്തു. AC സപ്ലൈ കൊടുത്തു എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അളക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അടുത്ത മാഗ്നറ്റ് വേറെ ഉണ്ടോ? ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്താ അവിടെ ഉള്ളത്? ഒരു AC സപ്ലൈയും ഒരു സിംഗിൾ കോയിലും. സിംഗിൾ കോയിൽ, ആ കോയിലിന്റെ അകത്ത് തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി, സ്വന്തമായിട്ടുണ്ടായി. സോ ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പ്രോസസിന്റെ പേര്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് വരും കേട്ടോ. സെൽഫ് ഇൻഡക്ഷൻ എന്നാണ്, സെൽഫ് ഇൻഡക്ഷൻ ആണ് ഫിനോമിനന്റെ പേര്. ഓക്കെ, സോ ഇത്രേ പറഞ്ഞ കൺസിഡർ കോയിൽ കണക്ട് ടു AC സപ്ലൈ. എന്തിനാണ് അവിടെ AC സപ്ലൈ ആക്കിയത്? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. AC സപ്ലൈ, ACയുടെ ഗ്രാഫ് എങ്ങനെയാ? AC ഇങ്ങനെയാണ് അല്ലെ, AC ഇങ്ങനെയാണ്. Which means direction of current is changing continuously. ഇപ്പൊ പോസിറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവായി, പോസിറ്റീവായി നെഗറ്റീവായി. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കറണ്ട് ആയാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറില്ലേടാ? മാഗ്നറ്റിക് ഫീൽഡ് മാറില്ലേ? മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും എന്താ റിലേഷൻ ഇല്ലേ? ഉണ്ട് അല്ലെ? സോ നമുക്ക് അറിയാവുന്ന കാര്യ. സോ കറണ്ട് ഡയറക്ഷൻ മാറും, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാറും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ഇൻഡക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ AC പവർ സോഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ അല്ലേടാ? സോ കാര്യങ്ങൾ പറയുന്നു. when the circuit switch it on, current through the coil increases. When magnetic flux linked to the coil also increases, then magnetic flux linked to the coil also increases. This change in flux induces an EMF in the coil itself in such a direction that opposes the growth of current in the coil. ഇതാണ് മക്കളെ മനസ്സിലാക്കേണ്ടത്. സോ സെൽഫ് ഇൻഡക്ഷൻ ആണ്, സെൽഫ് ഇൻഡക്ഷൻ ആണ്. എന്താണ്? അതിൽ തന്നെയാണ് EMF ഡെവലപ്പ് ചെയ്തത്. ഏത് ഡയറക്ഷനില്? വിച്ച് ഒപ്പോസസ് ദ ഗ്രോത്ത് ഓഫ് കറണ്ട് അല്ലെ, കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ബാക്ക് സൈഡിലേക്ക് കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്തിട്ട് കറണ്ട് കൂടുകയാണെങ്കിൽ പുറകിലേക്ക് തള്ളിക്കൊണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. സോ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായ EMFന് വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. എന്താ വിളിക്കുക? ബാക്ക് EMF. The induced EMF will oppose the growth of current. അല്ലെങ്കിൽ DC ആണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യും. സോ അവിടെ ഉണ്ടാവുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന EMF ബാക്ക് സൈഡിലേക്ക് ഉണ്ടാവുന്ന കറണ്ടിന്, അപ്ലൈ ചെയ്ത കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവുന്ന EMF. സോ ദാറ്റ് ഈസ് കോൾഡ് ബാക്ക് EMF. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഇനി നോക്കടാ, when the circuit is switched off. ഇവിടെ AC പകരം നമ്മൾ DC ആണ് ഉപയോഗിച്ചതെങ്കിലത്തെ കേസ് നമ്മൾ പറയുന്നത്. ജനറൽ കേസ് നമ്മൾ പറഞ്ഞു AC ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബാക്ക് EMF കിട്ടും. അതുപോലെ തന്നെ DC ആണെങ്കിൽ സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് കറണ്ട് കുറയും. അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒപ്പോസിറ്റ് ഡയറക്ഷൻ ആരുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF. So when the circuit is switched off, current start to decay and the flux linked to the coil decreases. This change in flux induces EMF in the opposite direction of current, opposes decay of current. Thus growth and decay of current through the coil is opposed. This phenomenon is called self induction. അവിടെ സംഭവിക്കുക ആ സർക്യൂട്ടിലെ അല്ലെങ്കിൽ നമ്മളെ സർക്യൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലത്തെ ഒരു കോയിൽ സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ കറണ്ട് കൂടുന്നതിനെ ഒപ്പോസ് ചെയ്യും, കുറയുന്നതിനെ ഒപ്പോസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. കറണ്ട് കൂടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻഡ്യൂസ് EMF ഉണ്ടാവും, ബാക്ക് EMF ഉണ്ടാവും. കറണ്ട് കുറയുമ്പോൾ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് ബാക്ക് EMF. ക്ലിയർ ആണടാ? The phenomenon of production of an opposing EMF. The phenomenon of production of opposing EMF in a coil due to the change in current. The same coil is called self induction. Same coil മക്കളെ നോക്കണേ, സെൽഫ് ഇൻഡക്ഷൻ ആണെങ്കിൽ എവിടെയാണ്? സെയിം കോയിലാണ്. അതേ കോയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേടാ? യെസ്. ക്ലിയർ ആണ് വിചാരിക്കുന്നു.
അജു ചിഹ്നം ചോദിക്കുന്നു ഹൗ ടു നോ വെലോസിറ്റീസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അജു അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും എന്നാട്ടോ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ഈ സെൽഫ് ഇൻഡക്ഷനെ ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഇക്വേഷൻസ് ഉണ്ടാക്കാനൊക്കെ പോകണം. സോ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് അറിയാവുന്ന കാര്യം വെച്ച് തുടങ്ങാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് പഠിച്ചു? കറണ്ട് കൂട്ടിയാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. സോ നമുക്കറിയുന്ന കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. സോ ഒരു കാര്യം കൂടി പറയാൻ പറ്റും, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഈസ് ദെയർഫോർ പ്രപ്പോർഷണൽ ടു കറണ്ട്. അല്ലേടാ phi is equal to BA cos theta. As B and I are എന്താ പറയാ പ്രപ്പോർഷണൽ, phi is also proportional to I. സിമ്പിൾ അല്ലേ കാര്യം? സോ നമുക്ക് ആ പറഞ്ഞ കാര്യത്തിന് ഒരു ഇക്വേഷൻ എഴുതിയാലോടാ. ഇക്വേഷൻ എങ്ങനെയാ വരിക? phi B is proportional to I. ഓക്കെ ആണോ? phi B is proportional. സോ നമുക്ക് ആ പ്രപ്പോർഷണാലിറ്റി കളയണം. അത് നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റ് ആണ് എൽ, സെൽഫ് ഇൻഡക്റ്റൻസ്. ആ കോൺസ്റ്റന്റ് ആണ് എൽ, സെൽഫ് ഇൻഡക്റ്റൻസ്. ഫിനോമിനന്റെ പേരെന്താ? അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ മാറ്റി എഴുതിയോ നേരത്തെ? സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ. ആ ഒരു കോൺസ്റ്റന്റ് പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ phi B is equal to L into I കിട്ടി. സിമ്പിൾ ആണ് പറഞ്ഞ കാര്യം, ഒന്നുമില്ല. കറണ്ട് കൂടിയാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കറണ്ട് കൂടിയാൽ കൂടും. സോ phi is proportional to current. പ്രപ്പോർഷണലി കൊണ്ടുവരാൻ എന്ത് കൊടുക്കുന്നു? phi B is equal to L into I എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേടാ? അത്രയേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ L ഈക്വൽ നമുക്ക് എന്ത് എഴുതാടാ? phi B divided by I എന്ന് എഴുതാം. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. L is equal to phi B divided by I. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സോ എങ്കിൽ നമ്മൾ പറയുന്നു L is called self induction of the coil or coefficient of self induction of that coil. അത് നമ്മൾ പറഞ്ഞു. സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ് ഇനി പറയുക. സെൽഫ് ഇൻഡക്റ്റൻസ് വിളിക്കും, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ വിളിക്കും. അങ്ങനെയാണെങ്കിൽ SI ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്താ വരിക? ഇക്വേഷൻ നോക്കിയേ, phi B divided by I. phi B അല്ലെ? ഫൈന്റെ യൂണിറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ഡിവൈഡഡ് ബൈ ആംപിയർ. അവിടെ നമ്മുടെ സയന്റിസ്റ്റിലടാ ഫാരഡേ നമ്മൾ ആരാക്കി? വൈദ്യുതിയുടെ പിതാവാക്കി. സോ ഹെൻറിയെ വിളിച്ചു. ഹെൻറി സാറേ, നിങ്ങളുടെ ബഹുമാനാർത്ഥം ഞങ്ങൾ സെൽഫ് ഇൻഡക്റ്റൻസിന് ഹെൻറി എന്ന യൂണിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. സോ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. അടുത്ത ചാപ്റ്ററിലൊക്കെ നമ്മൾ കാണും, AC നമുക്ക് കാണാണ്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ആവശ്യമുള്ളതാണ്. യൂണിറ്റ് ഹെൻറിയാണ്, ഓർത്ത് വെക്കുക. സോ നമ്മൾ പോകുന്നു എങ്ങനെയാണ് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുക നോക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ബാക്ക് എംഎഫിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സോ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ്? ഇൻഡ്യൂസ് EMF ഡ്യൂ ടു ചേഞ്ച് ഇൻ കറന്റ് ദ കോയിൽ ഈസ് ഗിവൺ ബൈ. എങ്ങനെയാ പറയാൻ പറ്റുക? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅/dt. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ച എല്ലാ ടൈമിലേക്ക് എഴുതണം. സിമ്പിൾ ആണ്. ഈസ് ഈക്വൽ ടു -d/dt ഓഫ് phi is equal to Li. ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ, അവിടെ കൊടുക്കുക Li. ഓക്കെ ആണോടാ? സോ ഈസ് ഈക്വൽ ടു -L di divided by dt. ഇൻഡ്യൂസ്ഡ് EMFും സെൽഫ് ഇൻഡക്റ്റൻസും അവിടുത്തെ കറണ്ടിലെ ചേഞ്ചും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇൻഡ്യൂസ് EMF -L di divided by dt. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു എന്തുകൊണ്ട്? സെൽഫ് ഇൻഡക്ഷൻ കൊണ്ട്. മക്കളെ നോക്കടാ, സെൽഫ് ഇൻഡക്ഷൻ കൊണ്ടുണ്ടായ ഇൻഡ്യൂസ് EMF എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണത്? ഒന്ന് ആ മെറ്റീരിയലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെ. ഓരോ മെറ്റീരിയൽ വെച്ച് നമ്മൾ കോയിൽസ് ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ L വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോ മെറ്റീരിയലിന്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് വ്യത്യാസമായിരിക്കും, അതൊരു കോൺസ്റ്റന്റും ആയിരിക്കും. പിന്നെ എന്താ അവിടെ ഉള്ളത്? di/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിലെ ചേഞ്ച് ഉണ്ടാവുമ്പോൾ അല്ലേടാ EMF ഉണ്ടാവുക. അത്രമാത്രം വിശ്വാസം. സോ ദിസ് ഈസ് ദ റിലേഷൻ കണക്ടിങ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഏതാണ്? ബാക്ക് EMF. അതല്ലേ നമ്മൾ വിളിച്ച്
അതിൽ ഇതിനെ വിളിച്ചിരുന്ന സോ ബാക്ക് ഇഎംഎഫിനുള്ള ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു മെറ്റൽ നമ്മൾ എടുത്തു, ഒരു കോയിൽ നമ്മൾ എടുത്തു, ആ കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോ അതിനായിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? നമ്മൾ നമ്മുടെ ഒരു സോളിനോയിഡ് കൺസിഡർ. ആ സോളിനോയിഡിന്റെ ലെങ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത് അതിൻ്റെത് L ലെങ്ത് ആയിട്ട് എടുക്കും. L and total number of turns n ആണ്. n turns ഉണ്ട്. and area of cross section of that is a. ഏരിയ, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എയുമാണ്. ഇങ്ങനെയുള്ള ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ദാറ്റ് ഈസ് അവർ കൺസിഡറേഷൻ. കൺസിഡർ ആൻ എയർ കോർഡ് സോളിനോയിഡ്. അതിനകത്ത് വേറെ ഒന്നുമില്ല, എയർ ആണ്. എയർ കോർഡ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L, ക്രോസ് സെക്ഷൻ ഏരിയ A and n number of turns. സോ നമ്മൾ പോവുകയാണ് മക്കളെ. എന്തൊക്കെയാണ് ഒരു സോളിനോയിഡിന്റെ, മക്കളെ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ. സോളിനോയിഡിന്റെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? സോളിനോയിഡ് ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു സോളിനോയിഡ് ഉണ്ടാക്കി, അത് സെൽഫ് ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, കറണ്ട് മാറിയാൽ മാറില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സെൽഫ് ഇൻഡക്റ്റൻസ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേടാ? ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നു. n ഉണ്ട്. നമുക്ക് ഇക്വേഷനിൽ ഒരു സാധനം എന്താ അറിയോ? അത് സ്മോൾ n. എന്താ സ്മോൾ n? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്പർ ഓഫ് ടേൺ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്മോൾ ലെറ്റർ n എന്ന് വിളിക്കും. കണ്ടിട്ടുണ്ടാവും അല്ലെ? സോ n is equal to, ഇങ്ങനെ എഴുതാൻ പറ്റൂടാ നമുക്ക്? ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ L is equal to n. n എന്താണ്? ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ നേരത്തെ ഡെറിവേഷനിലൊക്കെ ചെയ്ത കാര്യമാണ്. ഇത് നോക്കിയാടാ, let current I passes through the windings, magnetic field produced along the axis of the solenoid. എടാ, നമ്മുടെ ഈ സോളിനോയിഡിന്റെ അകത്തുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? B is equal to mu0 Ni. ഓർക്കുന്നുണ്ടോ മക്കളെ നിങ്ങൾ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. അപ്ലിക്കേഷൻ ഓഫ് ഏതാ നമ്മൾ പഠിച്ച്? ബയോഡ് സാവാർട്സ് ലോയിൽ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടാവും. സോ വി ഹാവ് ദാറ്റ് ഇക്വേഷൻ. B is equal to mu0 Ni. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഇക്വേഷൻ വരെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് സിംഗിൾ ടേൺ ഓഫ് സോളിനോയിഡ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? മാഗ്നറ്റിക് ഫ്ലക്സ്, എടാ മാഗ്നറ്റിക് ഫ്ലക്സ് φb is equal to BA cos θ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം. എങ്കിൽ അവിടത്തെ B എത്രയാ? mu0 Ni ആണ് അല്ലെ? mu0 Ni ആണ് ഇൻറ്റു A. ഓക്കെ ആണോടാ? ഓക്കെ ആണോടാ? അവിടുത്തെ ആംഗിൾ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ഫ്ലക്സ് is equal to mu0 Nia എന്ന് കിട്ടും. എന്താ കാര്യം? ഫ്ലക്സ് അസോസിയേറ്റ് എവിടേക്കാണ് നമ്മൾ പോകണമെന്ന് നോക്കണം. മാഗ്നറ്റിക് ഫ്ലക്സിലേക്കാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റ് സിംഗിൾ ടേൺ ഓഫ് സോളിനോയിഡ് φb is equal to BA cos θ നമ്മൾ mu0 Ni എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർ ഹും? നമ്മുടെ ബിക്ക് വേണ്ടിയിട്ട്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാ വരിക? φb is equal to n mu0 Nia. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? φb is equal to n mu0 Ni എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ ആണോ മക്കളെ? ഇനിയാണ് നമ്മൾ നമ്മുടെ കഥാനായകനിലേക്ക് വരുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് L. സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to, എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? φ/I. ഓർമ്മയുണ്ടോ? സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to φ/I. ഇനി ഒന്നുമില്ലടാ, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഫൈക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടി n mu0 Nia. ക്ലിയർ അല്ലേ? mu0 Nia ഡിവൈഡഡ് ബൈ I. കഴിഞ്ഞടാ. എന്ത് കിട്ടി? n mu0 A. ഇതാണ് എല്ലിന്റെ ഒരു ഇക്വേഷൻ. പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ എഴുതിയതാണ്. L is equal nn mu0 A. ക്യാപിറ്റൽ N സ്മോൾ n mu0 A. nn mu0 A. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് nn mu0 A. വേർ n എന്താടാ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. സ്മോൾ ലെറ്റർ n എന്താടാ? വെൽക്കം ഫാദർ. സോ n എന്താടാ? ക്യാപിറ്റൽ N എന്താ? ക്യാപിറ്റൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. സ്മോൾ ലെറ്റർ n എന്താടാ?
number of turns per unit length. Mu0 and the magnetic permeability of free space, and A is the area of cross section of the solenoid. മനസ്സിലായോ കാര്യം? അവിടെ എന്താ സംഭവിച്ചത്? ഒരു സോളിനോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടേൺസ് മാറില്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് മാറില്ല, അതിന്റെ അകത്തുള്ള മെറ്റീരിയൽ മാറാത്തിടത്തോളം കാലം mu0 മാറില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറില്ല, which means self inductance is a constant. ക്ലിയർ അല്ലേടാ? ദിസ് ഈസ് ദ ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷൻ 2 മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട് മക്കളെ. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. കൃത്യമായിട്ട് നോക്കുക. ഫസ്റ്റ് കാര്യം എങ്ങനെയാണ്? നമുക്ക് എന്നിന് NL എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L is equal to, എന്നിന് പകരം നമ്മൾ കൊടുക്കുന്നു N into N by L mu0 A എന്ന് കൊടുക്കും. ഓക്കെ അല്ലേടാ? ഇക്വേഷൻ എന്തായി? n square mu0 A by L. n square mu0 A by L. ഇത് എന്ത് ഇക്വേഷൻ എന്നറിയോ? നമ്മളൊരു ഭംഗിക്ക് ചെയ്ത് വെച്ചതാണ്. എവിടെയെങ്കിലും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലാതെ ഉപയോഗിക്കണമെങ്കിൽ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ പോകുന്ന വഴിക്ക് എഴുതി വെച്ചേ ഉള്ളൂ. ഇതുവരെയാണ് മക്കളെ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെക്കേണ്ടത്. പഠിക്കാൻ എളുപ്പമാണ്. L is equal to NN mu0 A. പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. NN mu0 A, ക്യാപിറ്റൽ N സ്മോൾ n mu0 A. ഇനി വലുത് വേണോ? അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. NN mu0 A, സ്മോൾ n ക്യാപിറ്റൽ N mu0 A. പുറത്ത് വെക്കണേ NN mu0 A. ക്ലിയർ അല്ലേടാ? NN mu0 A. യെസ്, അത്രേ ഉള്ളൂ. നമ്മൾ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, നമുക്ക് അവിടെ 2 എന്നുകൾ ഒരു ഭംഗി കിട്ടിയില്ല. സോ നമ്മൾ ഒരു ക്യാപിറ്റൽ എന്റെ ടേമിൽ മാത്രമാക്കി. അങ്ങനെ ക്യാപിറ്റലിന്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ മോശമല്ലേ? നമുക്ക് അടുത്ത ചേഞ്ച് എന്ത് വരുത്തണം? നമുക്ക് സ്മോൾ എന്റെ ടേമിലാക്കണം. എന്താ സ്മോൾ n? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ടേമിലാക്കണം. നമ്മൾ ഇക്വേഷൻ വിളിക്കുക. ഇക്വേഷൻ എന്താ? L is equal to NN mu0 A. NN mu0 A അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യടാ? n വേണ്ട. അപ്പൊ n ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും? NL എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? n is equal to NL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിവിടെ കൊടുത്തേ എന്താ കിട്ടുക? n into NL mu0 A. സിമ്പിൾ അല്ലേടാ? അപ്പൊ L is equal to n square mu0 AL എന്ന് കിട്ടും. n square mu0 AL എന്ന് കിട്ടും. That is the equation for self inductance. ആരില്ലാതെ നമ്മുടെ ക്യാപിറ്റൽ N ഇല്ലാതെയുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇതുവരെയാ പഠിക്കണ്ട കേട്ടോ. എല്ലാവർക്കും അറിയണം NN mu0 A. Final one. If the coil wound over a material of relative permittivity mu0 relative permittivity ഉള്ള ഒരു മെറ്റീരിയൽ, നമ്മുടെ സോഫ്റ്റ് അയൺ ഗോൾ പോലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് നമ്മുടെ സോളിനോയിഡിന്റെ അടിയിൽ വെച്ചു. അങ്ങനെയെങ്കിൽ L is equal to, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല, L is equal to mu. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇടാം, അതിൽ ചെറിയൊരു മാറ്റം വരുന്നത് അത്രയേ ഉള്ളൂ. n square mu0 AL ഉണ്ട്, അതിന്റെ കൂടെ എന്ത് കൊടുക്കുക? mu r കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. mu0 mu r n square AL. ഇത്രയേ ഉള്ളൂടാ അന്നത്തെ ക്ലാസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. mu0 mu r വന്ന കാര്യം മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ ദിസ് ഈസ് ഇറ്റ്. കൃത്യമാണ്. കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ മക്കൾ വേഗം കമന്റിൽ വന്നേടാ. സോ ക്ലിയർ ആയ ആളുകൾക്ക് ഒരു ഫയർ ഇടാം. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഈ കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. That's it.